Hello dear. So, a warm good evening to all. എല്ലാവരും റെഡി അല്ലേ? അതായത് നമ്മുടെ NMMSൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം കണ്ട് ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലെല്ലാം അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അല്ലേ? അറിയില്ലേ? എല്ലാവരും ഒന്നൊരു ഹായ് തന്നേടാ. എല്ലാവരും വേഗം ഒന്നൊരു ഹായ് തന്നേ. എങ്ങനെയുണ്ട്? എവിടം വരെ എത്തി നിങ്ങളുടെ പഠനം കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഇപ്പോൾ എക്സാം കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാം എന്താ അടിപൊളിയായിട്ട് പഠിച്ച് തുടങ്ങിയോ? നമ്മുടെ ഓണം കഴിയുമ്പോഴേക്കും എത്ര പെട്ടെന്ന് എന്തെത്തിയതാ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തി. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസും നമ്മുടെ എക്സാം ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് എക്സാമാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നു? യെസ്, ഹായ് എല്ലാവർക്കും. അപ്പോൾ ഒരു ജസ്റ്റ് വാം ഗുഡ് ഈവനിങ്. അതേപോലെ തന്നെ ഒരുപാട് പേര് എന്നെ കണ്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ പേരൊന്ന് പറയാം. എൻ്റെ പേര് ജിഷ്ണു ഗോപിനാഥൻ. അപ്പോൾ നമ്മൾ NMMSൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് നിങ്ങൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ NMMSന് എന്താ അത് ഞാൻ എങ്ങനെ വരിക? കാരണം അന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സോഷ്യലാണ്. പക്ഷേ ഇന്ന് എന്താ നമ്മൾ എടുക്കുന്നത്? ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എങ്ങനെ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് അല്ലേ ഇംഗ്ലീഷ്. നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാം. അതേപോലെ തന്നെ കുറേ കഥകൾ, കുറേ കവിതകൾ, കുറേ പോംസ്, കുറേ ലെറ്റേഴ്സ്, റൈറ്റിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ. നമുക്ക് എന്തെങ്കിലും ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ടതുണ്ടോ? ഇംഗ്ലീഷിൽ എന്തെങ്കിലും ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ടതുണ്ടോ? ഇല്ല. നമുക്ക് എന്തില്ല? നമുക്ക് ഇംഗ്ലീഷിൽ ഒന്നും തന്നെ ബൈ ഹാർട്ടായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം തന്നെ വരുന്നുണ്ടോ? ഇല്ല. നമ്മളെന്താ വല്ല ബൈ ഹാർട്ടായിട്ട് പഠിക്കണോ? വല്ല ബൈ ഹാർട്ട് പഠിക്കണോ? ഇപ്പോൾ മാത്സിലാണെങ്കിൽ ഫോർമുല ഉണ്ടാവും, കെമിസ്ട്രിയിലാണെങ്കിൽ വല്ല ഇക്വേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ബൈ ഹാർട്ടായിട്ട് പഠിക്കാനുണ്ടോ? ഇല്ല. നമുക്കൊന്നും എന്തില്ല ബൈ ഹാർട്ടായിട്ട് പഠിക്കാനില്ല. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളുടെ ഏത്? ഇംഗ്ലീഷ്. ഓക്കെ, സോ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താ? വേഗം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേ. നമുക്ക് വേഗം ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ഒരു 2 hour അല്ലെങ്കിൽ 2.5 hour കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ 2 യൂണിറ്റും അതിൽ ചോദിക്കുന്ന ഗ്രാമർ ടോപ്പിക്ക്. എന്ത് ഈ ഗ്രാമർ ടോപ്പിക്? ഈ ഗ്രാമറും നിങ്ങളുടെ എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ 8ാം ക്ലാസ്സിലായതുകൊണ്ട് അധികം മാർക്ക് വരുന്നില്ല. നിങ്ങൾ 9th and 10th ഒക്കെ ആവുന്ന സമയത്ത് 20 to 25 20 മുതൽ 25 മാർക്ക് വരെ ഏതിനുണ്ട്? നമ്മുടെ ഗ്രാമർ പോർഷന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ബേസ് സ്ട്രോങ് ആക്കണം. വേണ്ടേ? നമ്മളിപ്പോൾ ബ്രില്യൻറ്റിലൊക്കെ ഫൗണ്ടേഷൻ കോഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് സ്ട്രോങ് ആക്കണം. നമ്മൾ എന്താണ്? ഫൗണ്ടേഷൻ ഇടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 8ൽ തന്നെ എന്ത് തുടങ്ങുന്നത്? കുറച്ച് ഗ്രാമറും കുറച്ച് ഗ്രാമർ റിലേറ്റഡ് ടോപ്പിക്കും കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങുന്നത്. സോ നമുക്ക് ജസ്റ്റ് വേഗം ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം നമുക്ക് നോക്കാം. സോ ജസ്റ്റ് വേഗം എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോ? എല്ലാവരും വേഗം വിളിച്ചിട്ട് വന്നേടാ. ഓക്കെ, നോക്കിയേ എന്താ നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് യൂണിറ്റും സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ യൂണിറ്റുമാണ് നമുക്ക് എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. നോക്കിയേ എന്താ? യൂണിറ്റ് 3 ദ ട്രെയിൽ ഓഫ് സയൻസ്. സയൻസിനെ പറ്റിയിട്ട് ഇംഗ്ലീഷിലും എന്ത് കയറി വന്നു? സംതിങ് റിലേറ്റിംഗ് ടു സയൻസ്. ദ ട്രെയിൽ ഓഫ് സയൻസ്. അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കിയേ? ഫസ്റ്റ് ടോക്കിംഗ് ഓഫ് സയൻസ്, ദെൻ എൻജിൻ ട്രബിൾ, ദ അസ്ട്രോണമർ. ഓക്കെ, ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് ആൻ ഇൻ്റർവ്യൂയിങ്. എന്താ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ദ ടേം ഇൻ്റർവ്യൂ? എന്താ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ? 2 ആൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിക്കുന്നത്. അതാരായിരിക്കാം? ചിലപ്പോൾ ഫേമസ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ സെലിബ്രിറ്റി ആയിരിക്കാം. ഇപ്പോൾ രജനീകാന്ത്, ഐ ആം ഇൻ്റർവ്യൂയിങ് രജനീകാന്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? രജനീകാന്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ദർ ഈസ് ആൻ ഇൻ്റർവ്യൂ വിത്ത് വൺ പേഴ്സൺ കോൾഡ് അജിത്ത് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിൾ ലാംഗ്വേജ്. എന്താ അടിപൊളിയായിട്ട്? അതേപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ്. വൈ ഐ ഹാവ് സെഡ് ഇറ്റ്സ് എ സിമ്പിൾ ലാംഗ്വേജ്? എന്താ സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് ഒറ്റ തവണ നമ്മൾ വായിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നതാണ്. ഏത്? ടോക്കിംഗ് ഓഫ് സയൻസ്. ദെൻ എൻജിൻ ട്രബിൾ എന്താ? ഒരു സയൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ദെൻ എ പോം. എന്താ? ഒരു പോം ഉണ്ട്. ഏതാണ്? ദ അസ്ട്രോണമർ. എന്നിങ്ങനെ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത് ഫസ്റ്റത്തെ യൂണിറ്റിൽ. എന്താ ഫസ്റ്റത്തെ യൂണിറ്റ്? ടോക്കിംഗ് ഓഫ് സയൻസ്, ദെൻ എൻജിൻ ട്രബിൾ, ദ അസ്ട്രോണമർ. ദീസ് ആർ ദ 3 ചാപ്റ്റേഴ്സ് ഇൻ അവർ ഫസ്റ്റ് യൂണിറ്റ് ഇൻ ദ സെൻസ് ക്രിസ്മസ് എക്സാമിൻ്റെ ഫസ്റ്റ് യൂണിറ്റ്. ദെൻ നമ്മൾ നേരെ സെക്കൻഡ് വരുന്നു. ഫാബ്രിക്സ് ഓഫ് ടുഗദർനെസ്. എന്താ ടുഗദർനെസ്?
നമ്മളെപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുക. നിങ്ങൾ ഒരുപാട് കഥകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെയിൽസ്, എന്താ ടെയിൽസൊക്കെ കടങ്കഥകളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം എങ്ങനെയാണ് നോക്കിയേ, ദ ഫാബ്രിക്സ് ഓഫ് ടുഗദർനെസ്. ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവരെയും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നു ഫസ്റ്റ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തേ, നമ്മളൊക്കെ സിംഗിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ രാജഭരണമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ല. പക്ഷേ നമുക്ക് റിപ്പബ്ലിക് ആയ സമയമാകുമ്പോഴേക്കും നമ്മൾ എന്തായി, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, വി ബിക്കം റിപ്പബ്ലിക്. അതേപോലെ തന്നെ എന്താ, ദ ഫാബ്രിക് ഓഫ് ടുഗദർനെസ്. ടുഗദർനെസ്സിന് എന്തുണ്ട്, കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതിൽ നോക്കിയേ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. ഗെറ്റ് ടുഗദർ. ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞൊരു സോങ് ആണ്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എന്താ ഈ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഈസ് സംതിങ് ദാറ്റ് റിലേറ്റഡ് ടു ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മളുടെ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ച് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ദെൻ കംസ് താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താ, താങ്ക് യു മാം. ഇപ്പം നിങ്ങൾ കാണാറുണ്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ ഉള്ളവർ ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു സപ്പോർട്ട്, ഒരു അപ്കമിങ് അല്ലെങ്കിൽ അപ്രൈസിങ്, എന്താ, ഒരു വീണ് പോയ ആളെ ഒരു കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇത് താങ്ക് യു മാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഫസ്റ്റത്തെ ഡ്യൂട്ടി, ഇന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്താ, ദ ഫസ്റ്റ് ഡ്യൂട്ടി ഫോർ യു ഈസ് ടു എന്താ, ഏറ്റവും ആദ്യത്തെ ഡ്യൂട്ടി എന്താടാ നോക്കിയേ, ചാപ്റ്റർ വായിക്കണം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ, ഏതൊക്കെ ഗൈഡ് നോക്കി, ഏതൊക്കെ യൂട്യൂബ് ചാനൽ നോക്കി, എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്യണം, ദ ഫസ്റ്റ് തിങ് ഈസ് യു നീഡ് ടു റീഡ് ദ ചാപ്റ്റർ. ചാപ്റ്റർ വായിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, ചാപ്റ്റർ വായിക്കുമ്പോൾ ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് എടുക്കും എന്ത്, ഒരു യൂണിറ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് വായിച്ചു കഴിയാനായിട്ട്. വെറുതെ വായിച്ചു പോകില്ല. വി നീഡ് ടു ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി ലൈൻ. ഓരോ ലൈൻ ബൈ ലൈനും ചാപ്റ്ററിലൂടെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഓക്കെ, ആ ഒരു സൈഡിലുള്ള ജസ്റ്റ് ഒന്ന് എക്സസൈസും കൂടെ ഒന്ന് നോക്കി പോകുക. ദെൻ യു ആർ 50% ഓക്കെ വിത്ത് ദ ചാപ്റ്റർ. ആ ഒരു ചാപ്റ്റർ വായിച്ചു പോകുമ്പോഴേക്കും തന്നെ നിങ്ങൾ എന്തായി, ഒരു 50% നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഈ ഒരു ചാപ്റ്റർ വായിക്കുക. നമ്മുടെ കുട്ടികൾ ഏറ്റവും മടിയുള്ളവരാണ് എന്ത്, വായിക്കാൻ. വായിച്ചിട്ടുണ്ടോ? ഇതിലിപ്പോൾ കമൻറ്റ് ചെയ്തേ, ഇതിൽ ഈ 6 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് വായിച്ച എത്ര കുട്ടികളുണ്ട്? ജസ്റ്റ് ഒന്ന് തമ്പിട്ടേ. ഈ 6 ചാപ്റ്ററും കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 2 times. ഓക്കെ, 2 തവണയെങ്കിലും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടോ നോക്കിയേ. എത്ര പേര് ചെയ്തിട്ടുണ്ട്? യെസ്, കുറേ പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പേരൊക്കെ ചാപ്റ്റർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, യു നീഡ് ടു റീഡ് ദ ചാപ്റ്റർ. ചാപ്റ്റർ വായിച്ചിരിക്കണം. ഓക്കെ, ചാപ്റ്റർ വായിക്കുന്നതാണ് ഇത് ഏറ്റവും ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്. ഇംഗ്ലീഷ് എന്നല്ല, ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇതെല്ലാം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദ ഫസ്റ്റ് തിങ് ഈസ് യു നീഡ് ടു റീഡ് ദ ചാപ്റ്റർ. ചാപ്റ്റർ വായിക്കണം. ചാപ്റ്റർ വായിക്കാതെ എന്തില്ല, ഒരു ഗെയിമും അവിടെ നടക്കില്ല. ദ ഫസ്റ്റ് തിങ് ഈസ് യു നീഡ് ടു റീഡ് ദ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ കുറേ പേര് ചാപ്റ്ററൊക്കെ വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിക്കുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏത്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ചാപ്റ്ററിലോട്ടേക്ക് തിരിച്ചു തരും കേട്ടോ. നമ്മൾക്ക് ടോട്ടൽ 6 ചാപ്റ്റർ ഉണ്ട്. ഏതാ, ദ ട്രയൽസ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ യൂണിറ്റും ഫാബ്രിക്സ് ഓഫ് ടുഗദർനെസ്. ദ ട്രയൽസ് ഓഫ് സയൻസിൽ ഏതാ, ടോക്കിംഗ് ഓഫ് സയൻസ്, ദെൻ എൻജിൻ ട്രബിൾ, ദ അസ്ട്രോണമർ. വെൻ വി കം ടു ഫാബ്രിക് ഓഫ് ടുഗദർനെസ്, ഗെറ്റ് ടുഗദർ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, താങ്ക് യു മാം എന്നിങ്ങനെ 6 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. അതുപോലെ നമ്മൾ ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്യും. നമ്മൾ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. സോ വേഗം നോക്കി, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ എന്താ, ഇൻ്റർവ്യൂ. ഓക്കെ, ഇൻ്റർവ്യൂ. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു ഏതാ, ഫസ്റ്റത്തെ ടോക്കിംഗ് ഓഫ് സയൻസ്. ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് ആൻ ഇൻ്റർവ്യൂ വിത്ത് എ സയൻറ്റിസ്റ്റ്. ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, എന്തിനായിരിക്കും ഈ സയൻറ്റിസ്റ്റ് ഒക്കെ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ടൈം കളയുന്നത്? വൈ വി ആർ ഇൻ്റർവ്യൂയിങ്? ഓക്കെ, എ ഗുഡ് ഇൻ്റർവ്യൂ ഈസ് എ വെൽ പ്ലാൻഡ്, ഫെയർ ആൻഡ് പർപ്പസ്ഫുൾ. ഓക്കെ, എന്താ, ഒരു ക്ലിയർ ആയിട്ടുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. വെറുതെ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു അല്ലേ,
ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ മേലെ എടുക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കാൻ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്? നാളത്തെ എക്സാമിന് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ? നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവും, ഒരു ബുക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ പെന്നോ പെൻസിൽ ടു മാർക്ക് സംതിങ് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക. അതേ തന്നെയാണ് ഇവിടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതും. ആൻഡ് ഇൻ്റർവ്യൂ ഈസ് എ വെൽ പ്ലാൻഡ്, ഫെയർ ആൻഡ് പർപ്പസ്ഫുൾ. മനഃപൂർവ്വം നമ്മൾ പ്ലാൻ ചെയ്ത് വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂവിന് എന്തൊക്കെയുണ്ട് നോക്കിയേ. ആൻഡ് ഇൻ്റർവ്യൂ വിൽ ഹാവ് എ ക്ലിയർ പർപ്പസ്. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്ററിലെ ഇൻ്റർവ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചാപ്റ്ററിലെ ഇൻ്റർവ്യൂ നടക്കുന്നത്? ഫോർ എ ക്ലിയർ പർപ്പസ്. വാട്ട്സ് ദ പർപ്പസ്? എന്താ ആ പർപ്പസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ആ ഒരു പർപ്പസ് എന്താ? ആ ഒരു സയൻറ്റിസ്റ്റ് എങ്ങനെയാണ്, ഹൗ ഹി ഹാസ് ബിക്കം, വാട്ട് ഓൾ തിങ്സ് ഹി ഹാഡ് ഡൺ, വാട്ട് ഓൾ കോൺട്രിബ്യൂഷൻ ഹി ഹാവ് ഡൺ. ഓക്കെ, ദെൻ പ്രോപ്പർ പ്രിപ്പറേഷൻ. നമ്മളൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതി തരാം. ഓക്കെ, റൈറ്റ് എനി 5 interview question that you will ask to ആരെങ്കിലും. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, അല്ലെങ്കിൽ എന്താ നീലം സ്ട്രോങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നീലം സ്ട്രോങ് അല്ലെങ്കിൽ ആരാ, മെസ്സി, റൊണാൾഡോ, ഏതെങ്കിലും ഒരാളുടെ പേര് തന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. റൈറ്റ് എനി 5 interview question that you will ask to them. ആ ഒരു 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്. അപ്പോൾ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാണ്. വാട്ട് ഈസ് യുവർ ഫുൾ നെയിം? വേർ ആർ യു കമ്മിങ്? What is your dream? How many years old are you? എന്നിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചാൽ വല്ല കാര്യമുണ്ടോ? ഇറ്റ്സ് സച്ച് എ സ്റ്റുപ്പിഡ് തിങ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഇൻ്റർവ്യൂവറിനോട്, ഓക്കെ, നമ്മുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, ആ ഒരു പേഴ്സണിനോട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വി മസ്റ്റ് നോട്ട് ആസ്ക്. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള ചോദ്യമോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ ഹിയർ? പ്രോപ്പർ പ്രിപ്പറേഷൻ. നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്താണ് ചോദിക്കാൻ പോകുന്നത്? വാട്ട് ടു ആസ്ക്, ഞാൻ എന്ത് കാര്യമാണ് ചോദിക്കുക, ഏത് രീതിയിലാണ് ചോദിക്കുക, ഹൗ ഐ വിൽ ബി ആസ്കിങ്, എവറിത്തിങ് യു നീഡ് ടു ബി പ്ലാൻഡ്. നേരത്തെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവ്യൂ നടത്തുമോ? ഇല്ല. ദെൻ ക്ലിയർ ആൻഡ് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പം ഞാൻ എഴുതിയിരുന്ന കുറേ റബ്ബിഷ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻ്റർവ്യൂ ടൈം, ഓക്കെ, ഇൻ്റർവ്യൂവറിനോട് ചോദിക്കാൻ പാടില്ല. ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, ദെൻ ഗുഡ് ടൈം മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ ബിഹേവിയർ. ഓക്കെ, പ്രൊഫഷണൽ ബിഹേവിയർ ഇൻ ദ സെൻസ് വി നീഡ് ടു ആസ്ക് സച്ച് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ അങ്ങനെയുള്ള സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. ദെൻ അക്യുറേറ്റ് ഇവാലുവേഷൻ. ഇതൊക്കെയാണ് എന്ത്? ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഇൻ്റർവ്യൂ. ഒരു ഗുഡ് ഇൻ്റർവ്യൂയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ പർപ്പസ്, പ്രോപ്പർ പ്രിപ്പറേഷൻ, ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ, ക്ലിയർ ആൻഡ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ, ആക്റ്റീവ് ലിസണിങ്, ഗുഡ് ടൈം മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ ബിഹേവിയർ, അക്യുറേറ്റ് ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഇനി എന്തൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയാൽ? വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ്? നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം? വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? ഓക്കെ, വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കുറേ വേരിയേഷൻസ് കാര്യങ്ങളെല്ലാം വരുത്തിയിട്ട് നമുക്ക് എല്ലാ മോഡൽ, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, ഒരു ഫിലിം ആക്ടർ ആയിക്കോട്ടെ, ഒരു സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ആഡ് സം ചേഞ്ചസ്. ഓക്കെ, വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്? എന്താണ് വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ക്വാളിഫിക്കേഷൻ ഓർ സ്കിൽ മെയ്ഡ് യു സ്യൂട്ടബിൾ ഫോർ ദിസ് റോൾ? Okay, you have become a scientist. നമ്മുടെ ചാപ്റ്ററിൽ എന്താ? He is a scientist. Okay, so what qualification or skill make you suitable for this? എന്ത് സ്കില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത്രത്തോളം ആയത്? Then what do you need to tell about the upcoming generation? What message? Okay, ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആണ്, സയൻറ്റിസ്റ്റിനോട് ചോദിക്കുകയാണ് വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ടെൽ ടു അതേഴ്സ്?
മറ്റുള്ളവരോട് എന്ത് മെസ്സേജാണ് കൊടുക്കാനായിട്ടുള്ളത്? എന്ത് മെസ്സേജ് കൊടുക്കാം? ഇതുപോലെ ചെയ്യണം എന്നോ, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് പറയാം. എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ടെൽ അബൌട്ട് ദ മെസ്സേജ്. വാട്ട് ഡു യു നീഡ് ടു ടെൽ അബൌട്ട് ടു ദ അപ്കമിങ് ജനറേഷൻ? വാട്ട് മെസ്സേജ്? ഏത് മെസ്സേജാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ദെൻ can you describe a problem or challenge you faced and how you solve it? എന്തെങ്കിലും പ്രോബ്ലം വന്നു, ഇപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ കാര്യത്തിൽ at the time of invention he had came through some problems or some difficulties in life. How he have overcome that? ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഓവർകം ചെയ്തത്? നോക്കിയേ, can you describe a problem or challenge you faced and how you solve it? എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് ഫേസ് ചെയ്തത്, ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് ഓവർകം ചെയ്തത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനായിട്ട് പറ്റും. ദെൻ ഹൗ ഡു യു മാനേജ് യുവർ ടൈം ആൻഡ് റെസ്പോൺസിബിലിറ്റി? ഓക്കെ, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്? ആൻഡ് ഹൗ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി? നമുക്ക് വീണ്ടും ചോദിക്കാം, വാട്ട് ആർ യുവർ അപ്കമിങ് തിങ്സ് ഓർ ഐഡിയ or project? Depend upon the persons it can change. What are your upcoming ideas, things or project? പുതുതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? Okay, then what can you suggest about the changes in our viewers? Okay, viewers-ൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ്? വാട്ട് ക്യാൻ യു സജസ്റ്റ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ വ്യൂവേഴ്സ്? ദെൻ വാട്ട് മെസ്സേജ് would you like to tell to the youth? What message would you like to tell to the youth? Then അടുത്ത നോക്കിയേ, whom do you think is the powerful energy? Whom do you think is the powerful energy behind your success? Behind your success. Okay, ഈ സക്സസ് ഇത്രത്തോളം സക്സസ് ആയി നിങ്ങളുടെ തൊട്ട് പിന്നിൽ ആരാണ്? Whom do you think is the person behind your success? സക്സസിന് പിന്നിൽ ആരാണ്? Whom do you think? ആരാണ്? Then who is your role model? Okay, വേണം നമുക്ക് എന്ത് ആഡ് ചെയ്യാം? And why? Okay, who is your role model and why? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? Okay, then we can add again. There are so many questions. Okay, what all struggles and difficulties have you faced in your life? Okay, what all difficulties and struggle have you faced in your life? Okay, then when you go back to the past, what is your negative thing? When you go back to the past, what is your negative thing? നിങ്ങൾ പാസ്റ്റിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ നെഗറ്റീവ്? ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും. വി വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ വാട്ട് ഈസ് യുവർ നെഗറ്റീവ്? ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഓൾ ക്യാൻ ബി സം സോർട്ട് ഓഫ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വെൻ ഓക്കെ ഒരു ആളെ നമുക്ക് ഫസ്റ്റ് ചാൻസ് കാണുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആര് പറയാം? നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വി ശിവൻകുട്ടി. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മൾ കാണാം. അപ്പോൾ സോ വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്? ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സ്ട്രഗിൾ ഫേസ് ചെയ്തതെന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. സോ വാട്ട് ഓൾ ക്വസ്റ്റ്യൻ? സംടൈം ഇറ്റ് ക്യാൻ ബി യു ഗോട്ട് എ ചാൻസ് ടു മീറ്റ് രാഹുൽ ഗാന്ധി. വാട്ട് ഓൾ ക്വസ്റ്റ്യൻ യു ക്യാൻ ആസ്ക്? സംടൈം യു ഗോട്ട് എ ചാൻസ് ടു മീറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ. സോ വാട്ട് ഓൾ ക്വസ്റ്റ്യൻ യു ക്യാൻ ആസ്ക്? കുറച്ച് എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, വാട്ട് ആർ യുവർ അപ്കമിങ് പ്രൊജക്ട്? വാട്ട് ആർ യുവർ അപ്കമിങ് ഐഡിയൽസ്? വാട്ട് ആർ യുവർ upcoming new models or what are the new project that's there in your mind? അതെല്ലാവർക്കും സെയിമാണ്.
നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനായിട്ട് പറ്റും. ദെൻ വാട്ട് ഡു യു സജസ്റ്റ് അബൌട്ട് ദ ചേഞ്ചസ് ടു അവർ വ്യൂവേഴ്സ്? ഓക്കെ, അല്ലെങ്കിൽ എന്താ, വാട്ട് ക്യാൻ യു സജസ്റ്റ് അബൌട്ട് ദ ചേഞ്ച്? നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതെന്താ സജസ്റ്റ് ചെയ്യാം. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ടെൽ ടു ദ യൂത്ത്? യൂത്തിനോട് പറയാൻ പറ്റുന്ന മെസ്സേജ് എന്താ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹും ഡു യു തിങ്ക് ഈസ് ദ പവർഫുൾ എനർജി ബിഹൈൻഡ് യുവർ സക്സസ്? നമ്മളെല്ലാവരുടെയും സക്സസിന് പിന്നിൽ there will be sometimes it may be God, sometimes it may be our parents, sometimes it may be our best friend, sometimes it may be our teacher. അങ്ങനെ നമ്മുടെ പിന്നിലെ സക്സസ്സിന് എപ്പോഴും ആരുണ്ടാവും? There will be someone, ആരെങ്കിലും ഉണ്ടാവും. Then അടുത്ത് നോക്കിയേ, who is your role model and why do you think? Okay, what all struggles and difficulty have you faced in your life? എത്രയൊക്കെ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട്? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ. അത് എല്ലാവരുടെ ലൈഫിലും എന്തുണ്ടാവും? There will be some struggles and some problems. Then when you go back to the part, what is your past, what is your negative thing? ഓക്കെ, പാസ്റ്റിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ് ആ കാണുന്ന നെഗറ്റീവ് തിങ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഐഡിയ എന്താണ്? ഓക്കെ, ദെൻ ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യന് മനസ്സിലായില്ലേ? എന്താ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ക്ലിയർ. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കണം? ദ ക്വസ്റ്റ്യൻ നീഡ് ടു ബി ക്ലിയർ. നമ്മൾ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു ഇൻ്റർവ്യൂവറിനോട് സംസാരിക്കുന്ന സമയത്ത് ദ തിങ് നീഡ് ടു ബി ക്ലിയർ. ദെൻ പ്രോപ്പർ പ്രിപ്പറേഷൻ. നമുക്ക് തോന്നുന്ന രീതിയിൽ ഓക്കെ സർ, വാട്ട് ഈസ് യുവർ ഏജ്, വാട്ട് ഈസ് യുവർ വൈഫ് ഡൂയിങ്, ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്, അങ്ങനെയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ക്ലിയർ ആൻഡ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, എന്നാൽ നമ്മുടെ നോക്കിയേ, ക്ലിയർ ആൻഡ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വി നീഡ് ടു ആസ്ക് അബൌട്ട് ദ റെലവൻറ്റ് കേസസ്. നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇൻ ദ ഇയർ 2020 ദ ഹാപ്പൻ എ ബോംബ് അറ്റാക്ക് അറ്റ് ചെന്നൈ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? അല്ലെങ്കിൽ ഇപ്പോൾ പറയണം, എന്താ 2 ദിവസം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായി, വാട്ട് ഈസ് യുവർ സജഷൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു ആസ്ക്. ഓക്കെ, ദെൻ ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ. ഫ്രണ്ട്ലി ആയിരിക്കണം, നമ്മൾ അവർ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ എ റെപ്യൂട്ടഡ് പേഴ്സൺ. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കും, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ ആരുണ്ട്? ഒരു ഫിലിം ആക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ, അല്ലെങ്കിൽ ആരാ ഒരു ഫേമസ് പൊളിറ്റീഷ്യൻ, എനി പേഴ്സൺ ഇറ്റ് ക്യാൻ ബി. സോ വി നീഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് വേണം ആക്ട് ചെയ്യാൻ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ദെൻ ആക്റ്റീവ് ലിസണിങ്, ഗുഡ് ടൈം മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ ബിഹേവിയർ, ദീസ് ആർ ദ സം ഓഫ് ദ തിങ്സ്. Then what are some sort of questions? എന്താ കുറച്ച് sort of questions? What are your strengths and weaknesses? What qualification or skill made suitable for this? Then what do you need to tell about the upcoming generation, or what message? Can you describe a problem or challenge you faced and how you solve it? ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, can you describe a problem or challenge you faced and how you solve it? എല്ലാ ആൾക്കാരുടെയും ലൈഫിൽ എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഓവർകം ചെയ്ത് വന്നത്? സംടൈം ഇറ്റ് ക്യാൻ ബി ഇൻ ദ കേസ് ഓഫ് മണി, സംടൈം ഇറ്റ് ക്യാൻ ബി ഇൻ ദ കേസ് ഓഫ് സം ഐഡിയാസ്, സംടൈം സം ഇഷ്യൂ. ഇപ്പം നമ്മളുടെ കാര്യം ഓക്കെ, എന്താ പണ്ട് നമ്മൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത വീട്ടുകാർ എന്ത് പറയും? ഫോണൊക്കെ മാറ്റി വെക്കുക എന്ന് പറയുന്ന വീട്ടുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഫോണിൽ നോക്കിയിട്ട് പഠിക്കാൻ വരെ പറയാൻ തുടങ്ങി. വാട്ട് ഹാപ്പൻ? ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നതിന് ശേഷം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നൊരു മാറ്റമാണ് എന്ത്? ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകൾ, ഓക്കെ, 14 ജില്ലകളിൽ ഇരുന്നിട്ട് കുട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ക്ലാസ് കാണുന്നുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു? ഒരു ഓഫ്ലൈൻ സിസ്റ്റം, ഒരു ക്ലാസ് റൂം, അവിടെയുള്ള ഒരു 50 അല്ലെങ്കിൽ 100 കുട്ടികൾ. ഇപ്പോഴെന്ത് സംഭവിച്ചേ? ഒരു ഓൺലൈൻ സിസ്റ്റം വന്നതുകൊണ്ട് ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ എന്താ, ഒരു ഇഷ്യൂ വന്നു, പക്ഷെ അതെങ്ങനെ ഓവർകം ചെയ്തു? ഭയങ്കര സ്ട്രഗിളും ഡിഫിക്കൽട്ടിയൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്താ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്യാൻ യു ഡിസ്ക്രൈബ് എ പ്രോബ്ലം ഓർ ചലഞ്ച് യു ഫേസ് ആൻഡ് ഹൗ യു സോൾവ് ഇറ്റ്? ഓക്കെ, ദെൻ ഹൗ ഡു യു മാനേജ് യുവർ ടൈം ആൻഡ് റെസ്പോൺസിബിലിറ്റി? ഓക്കെ, ടൈമും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തു? വാട്ട് ആർ ദ അപ്കമിങ് ഐഡിയാസ്? വാട്ട് ക്യാൻ യു സജസ്റ്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ അവർ വ്യൂവേഴ്സ്? ദെൻ വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ടെൽ ടു അതർ upcoming generation? Whom do you think is the powerful energy behind your success? Who is your role model? What all struggle and difficulties have you faced? When you go back to the past, what is the thing that you find it's negative? ഒരു നെഗറ്റീവായിട്ട് കണ്ട കാര്യം എന്താണ്? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ജസ്റ്റ് വേഗം ഒന്ന് ഓക്കെ ആണെങ്കിൽ ഓക്കെ സാർ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞിടാ.
ഓക്കെ, ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണ്, റെഡിയാണ്, അടുത്ത സെക്ഷൻ എടുക്കാമെങ്കിൽ വേഗം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് നാളെ എക്സാം ആണ്. ആ ഒരു കാര്യം എന്ത് ചെയ്യണം? ഓർമ്മയിൽ ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, റെഡി? ഓക്കെ, നോക്കിയേ, നമുക്ക് അടുത്തതാണ് എന്ത്? നമ്മുടെ നോട്ടീസ്. ഓക്കെ, ഒരു നോട്ടീസ് നോക്കിയേ. HSS മാൽഗുഡി ഇനാഗ്രേഷൻ ഓഫ് ലൈബ്രറി ബിൽഡിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇതേ ഒരു സിസ്റ്റം വേണം എന്ത് ചെയ്യാൻ? ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താ നോക്കി, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഇൻ ദ സെൻസ് നോക്കിയേ, ഒരു ബോർഡർ. ഓക്കെ, നിങ്ങൾ കളർ പെൻസിലൊന്നും യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ജസ്റ്റ് പേജ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യുക? ഒരു ബോർഡർ വരയ്ക്കുക. ഒരു ബോൾഡായിട്ട് എന്ത് കൊടുക്കുക? നോട്ടീസ്. കുറച്ച് ബോൾഡായിട്ട് എന്ത് കൊടുക്കുക? നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഹെഡിങ്. എന്നിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, നമുക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം എന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് എഴുതാം? സ്കൂൾ. ഓക്കെ, HSS മാൽഗുഡി ഒരു സ്കൂളിൻ്റെ പേര് എഴുതി. ദെൻ എന്താ പർപ്പസ്? ഇവിടുത്തെ പർപ്പസ് എന്താ? ഒരു ലൈബ്രറി ഇനാഗ്രേഷൻ ആണ്. ലൈബ്രറി ഇനാഗ്രേഷൻ്റെ നോട്ടീസാണ്. നിങ്ങൾക്കറിയാം എന്താ നോട്ടീസ് എന്നറിയില്ല എല്ലാവർക്കും? നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബ് ഫോം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഇനാഗ്രേഷൻ, ട്യൂഷൻ സെൻറ്റർ ഇനാഗ്രേഷൻ ഒക്കെ നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ എന്ത് കിട്ടുന്നുണ്ട്? അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടീസിന് സ്പെഷ്യാലിറ്റി നോക്കിയേ. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ബോർഡർ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയേ, ഒരു ക്ലിയർ ബോർഡർ ഉണ്ട്. ഓക്കെ, ദെൻ there is written notice, the name of the school, inauguration of the library building. എന്താ പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടുള്ള നോട്ടീസാ? ഇപ്പോൾ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇനാഗ്രേഷൻ ഓഫ് എ ഷോപ്പ്. ഒരു ഷോപ്പിൻ്റെ പേര് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ എന്താ? ഇനാഗ്രേഷൻ ഓഫ് ലൈബ്രറി ബിൽഡിംഗ്. ഒരു ലൈബ്രറി ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ ആണ്. സോ വാട്ട് വി ക്യാൻ റൈറ്റ്? ഇനാഗ്രേഷൻ ഓഫ് ലൈബ്രറി ബിൽഡിംഗ്. ദെൻ സല്യൂട്ടേഷൻ കൊടുക്കണം. എന്താ കൊടുക്കുന്നത്? ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. ഓക്കെ, ഒരു സ്കൂൾ ബിൽഡിങ്ങിന് ഇനാഗ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ദ ഇനാഗ്രേഷൻ ഓഫ് ന്യൂ ലൈബ്രറി ബിൽഡിംഗ് ഈസ് ഷെഡ്യൂൾഡ് ആസ് ഡീറ്റെയിൽഡ് ബിലോ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നമ്മുടെ പുതിയ സ്കൂളിൻ്റെ ലൈബ്രറി ബിൽഡിംഗ് ഇനാഗ്രേഷൻ ചെയ്യാൻ പോവാണ്. എന്താ അതിൻ്റെ ഷെഡ്യൂൾ? നോക്കിയേ, ഡേറ്റ്, ടൈം, വെന്യൂ എന്നിങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ? ഡേറ്റ്, ടൈം, വെന്യൂ. എപ്പോഴാണ് ഡേറ്റ്? നോക്കിയേ, 2 December 2024. ദെൻ ടൈം 10 AM. വെന്യൂ ഏതാ? ലൈബ്രറി ബിൽഡിംഗ്, HSS മാൽഗുഡി. ഓക്കെ, നമ്മൾ എന്ത് കൊടുത്തു? ഡേറ്റ് കൊടുത്തു, ടൈം കൊടുത്തു, വെന്യൂ കൊടുത്തു. ദെൻ ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? നോക്കിയേ, ദ ഇനാഗുറൽ സെറമണി വിൽ ബി ഫോളോഡ് ബൈ എ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓഫ് റെയർ ബുക്സ്. ഓക്കെ, എങ്ങനെയാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? ഒരുപാട് റെയർ ആയിട്ടുള്ള കുറേ ബുക്കുകൾ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര സെയിലൊക്കെ ആയിട്ട് നടന്ന് നമുക്ക് എപ്പോഴും വാങ്ങാൻ പറ്റാത്ത ഒരുപാട് നോവൽസ് ഉണ്ടാവും, ഒരുപാട് കോമിക് ബുക്കുകൾ ഉണ്ടാവും, ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ദ ഇനാഗറൽ സെറമണി വിൽ ബി ഫോളോഡ് ബൈ എ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓഫ് റെയർ ബുക്സ്. ഡിജിറ്റൽ ഡിസ്പ്ലേ, റെയർ ബുക്സിൻ്റെയൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇനാഗ്രേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദ ഫംഗ്ഷൻ. എല്ലാവരെയും എന്ത് ചെയ്യുന്നു? എല്ലാവരെയും നമ്മൾ ആ ഫംഗ്ഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾ ആർ വെൽക്കം. ഓക്കെ, ദെൻ എവിടെ പ്ലേസ്? നോക്കിയേ, എവിടെ പ്ലേസ്? നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് എഴുതണം? ഹെഡിങ്, നോട്ടീസ് എന്ന് കൊടുക്കണം. ദെൻ എന്താ? നെയിം, പ്ലേസ്, എവിടെ നടക്കുന്ന പ്ലേസ്. ദെൻ വാട്ട് ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻ? എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈബ്രറി ബിൽഡിങ്ങിന് ഇനാഗ്രേഷൻ. ദെൻ സല്യൂട്ടേഷൻ. ദെൻ വാട്ട് ഹാപ്പൻ? ഡേ, ഡേറ്റ്, പ്ലേസ്. ഓക്കെ, എന്തൊക്കെ കൊടുക്കണം? ഡേ, ഡേറ്റ്, ടൈം, പ്ലേസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ദെൻ അഗെയിൻ പ്ലേസ്. ദെൻ സീൽ. എന്തിനാണ് ഈ സീൽ കൊടുക്കുന്നത്? ഫോർ എ
സെക്യൂരിറ്റി എന്താ ശരിക്കും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ സീൽ കൂടെ കൊടുക്കുന്നത്. ദെൻ സിഗ്നേച്ചർ നെയിം ഡെസിഗ്നേഷൻ. ഓക്കെ, എന്തായിരിക്കും പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് ദെൻ നെയിം ഡെസിഗ്നേഷൻ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നോട്ടീസ് സെറ്റ് ചെയ്യണം. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് നോട്ടീസ് റൈറ്റിംഗ്. ഈസ് ഇറ്റ് ക്ലിയർ? നോട്ടീസ് റൈറ്റിംഗ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു പേപ്പർ ഓക്കെ നമ്മുടെ ആൻസർ ഷീറ്റ് ഇതാണ് നമ്മുടെ ആൻസർ ഷീറ്റ് എങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ ഒരു താഴത്തെ സൈഡിലൊന്നും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇവിടെ ഇത്ര സ്പേസ് ഉള്ളൂ എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പേജ് ഓക്കെ ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഫുൾ പേജിൽ ഓക്കെ അല്ലെങ്കിൽ മാക്സിമം അറ്റ് ദ സെൻറ്റർ നല്ല ബോർഡറൊക്കെ വരച്ച് എന്നിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ ഈ ബോർഡറൊക്കെ വരച്ചിട്ട് എഴുതുന്ന സമയത്ത് നമ്മളെ കുറേ കുട്ടികൾക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. എന്താ അറിയോ എന്താ നമ്മുടെ ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും ഇംഗ്ലീഷിലും മാത്സിനുമാണ് മെജോറിറ്റി ആയിട്ട് കാണുന്നത് സ്റ്റുഡൻറ്റ് ഫോർഗെറ്റ് ടു പുട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കും. ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കാറുണ്ടോ? ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ക്വസ്റ്റ്യൻ നമ്പർ ഇടാതിരിക്കാൻ പാടില്ല. ഓക്കെ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നു വി ആർ ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ആ ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് എഴുതണം അവിടെ പിടിച്ച് ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിടണം. ഓക്കെ നമ്മളവിടെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം. അതല്ല എങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ്റെ മാർക്കും പോകും. ഓക്കെ ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ നോക്കിയേ എങ്ങനെ എഴുതാം നോട്ടീസ് HSS മാൽഗുഡി ഇനാഗ്രേഷൻ ഓഫ് ലൈബ്രറി ബിൽഡിംഗ്. ഓക്കെ എന്താ നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ക്ലിയർ നീറ്റ് ആയിട്ടുള്ളൊരു ബോർഡർ കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് ഹെഡിങ് പ്ലേസ് വാട്ട് ഫംഗ്ഷൻ നോക്കിയേ എവിടെ സ്ഥലം നോക്കിയേ HSS മാൽഗുഡി. ദെൻ ഇനാഗ്രേഷൻ ഓഫ് ലൈബ്രറി ബിൽഡിംഗ്. Then salutation, dear students and parents. The inauguration of new library building is scheduled as detailed below. Date 2nd December 2024. Time 10 AM. Venue library building HSS Malgudi. The inaugural ceremony will be followed by a digital display of rare books. All students, teachers and parents are cordially invited to the function. Then Malgudi. നോക്കിയേ 15th November 2024. Date എന്നാ നോക്കിയേ ഇത് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. ഓക്കെ ഇഷ്യൂ ഡേറ്റ് ഓക്കെ ഇഷ്യൂ ഡേറ്റ് ആണ് എന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ടീസ് പ്രിൻ്റ് ചെയ്ത ഡേറ്റ്. ദെൻ സീൽ ദെൻ സിഗ്നേച്ചർ നെയിം ഡെസിഗ്നേഷൻ. ഇതാണ് എന്ത് ഇതാണ് നമ്മളുടെ നോട്ടീസിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ അല്ലേ നോട്ടീസ് ക്ലിയർ ആയോ? ഓക്കെ നോട്ടീസ് ക്ലിയർ ആയോടാ? ഓക്കെ ദെൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്ലേസ് നോട്ടീസ് ഡേറ്റ് ഹെഡിങ് നോക്കിയേ ഇതേപോലെ രീതിയിലും കുറച്ച് ചേഞ്ചസ് നോക്കി എന്താ ചേഞ്ചസ് ഉള്ളത് നമ്മളുടെ ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് ഇവിടെ പോയി ഈ ഒരു സൈഡിൽ പോയി. ഓക്കെ അതേപോലെ തന്നെ എന്താ ഹെഡിങ് സെൻറ്ററായി അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന എന്തായി റൈറ്റ് സൈഡിലായി. ചെറിയ ചെറിയ ചേഞ്ചസ് വന്നാലും എന്തില്ല ദർ ഈസ് നോ ഇഷ്യൂ. ഓക്കെ നിങ്ങളുടെ ഇപ്പോൾ എന്തില്ല ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഈസ് ഇറ്റ് ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ ദെൻ നമ്മുടെ അടുത്തൊരു സെക്ഷൻ നോക്കിയേ പങ്ക്ച്വേഷൻ മാർക്സ്. എന്താ പങ്ക്ച്വേഷൻ മാർക്ക്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ പങ്ക്ച്വേഷൻ മാർക്ക്. നിങ്ങളൊക്കെ കുഞ്ഞു കുട്ടികൾ 8ാം ക്ലാസ്സിലെത്തിയ ചെറിയ മക്കളൊക്കെ ആയതുകൊണ്ട് എന്താ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. എന്താ ഈ പറഞ്ഞ പങ്ക്ച്വേഷൻ മാർക്ക് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പങ്ക്ച്വേഷൻ മാർക്സ് ആർ ദ സിംബൽസ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ടു മേക്ക് എ മീനിങ് ക്ലിയർ ആൻഡ് സെൻറ്റൻസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എന്താ പങ്ക്ച്വേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പങ്ക്ച്വേഷൻ മാർക്സ് ആർ സിംബൽസ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് to make meaning clear and sentence easy to understand. എന്തിനു വേണ്ടിയിട്ടാണ് പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുന്നത്? കുറച്ചുകൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട്. സെൻറ്റൻസ് എന്ത് ചെയ്യും സെൻറ്റൻസ് വിൽ ബി ബിക്കം ലിറ്റിൽ മോർ ഈസിയർ. ഓക്കെ പങ്ക്ച്വേഷൻ മാർക്ക് ആർ സിംബൽസ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ടു മേക്ക് മീനിങ് ക്ലിയർ. ഒരു എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ് എന്താവുന്നുണ്ട് ആ ഒരു മീനിങ് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ പങ്ക്ച്വേഷൻ മാർക്സ് ആർ സിംബൽസ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ടു മേക്ക് ദ മീനിങ് ക്ലിയർ ആൻഡ് സെൻറ്റൻസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സെൻറ്റൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ദെൻ ഏതൊക്കെയാണ് നമ്മുടെ പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്? വാട്ട് ഓൾ ആർ അവർ പങ്ക്ച്വേഷൻ മാർക്ക്? ഓക്കെ ഫസ്റ്റ് വൺ ഫുൾ സ്റ്റോപ്പ് ദെൻ കോമ ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ ഫുൾ സ്റ്റോപ്പ് എന്താ ഫുൾ സ്റ്റോപ്പ്?
ഓൾവേസ് അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ്, നിങ്ങൾ ഏത് സെൻറ്റൻസ് നോക്കിയാലും അവിടെ എന്തുണ്ടാവും? ദർ വിൽ ബി എ ഫുൾ സ്റ്റോപ്പ്. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എല്ലാ സെൻറ്റൻസിൻ്റെയും അവസാനം നമ്മൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് എൻഡ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ കമാൻഡ്. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആവാം, അതല്ലെങ്കിൽ കമാൻഡ് ആവാം. അത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, എൻഡ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ കമാൻഡ്. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമാൻഡ്, അവസാനിക്കുന്നത് എങ്ങനെയാണ്? വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. Then example, she likes reading. Normal sentence. Okay, she likes reading. It's just a normal sentence. Enda she likes reading. It's just a normal sentence. And then last and then at the last there is a full stop. Okay, in the full stop ends a statement or a command. ഒന്നില്ലെങ്കിൽ command അല്ലെങ്കിൽ statement end ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? full stop. അവിടെയാണ് നമ്മൾ full stop യൂസ് ചെയ്യുക. Then example, she likes reading. Then അടുത്ത നോക്കിയേ, comma. എന്താ കോമ എന്ന് പറഞ്ഞാൽ? സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ്, പോസ് ഇൻ എ സെൻറ്റൻസ്, സെപ്പറേറ്റഡ് ക്ലോസ്. എന്താ കോമ എന്ന് പറഞ്ഞാൽ? ഓക്കെ, കോമ നമുക്ക് എന്ത്? ഐ ബോട്ട് സം ആപ്പിൾസ്, ഓറഞ്ച് ആൻഡ് ബനാനാസ്. നോക്കിയ ഒരു പോസ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതടുത്ത സെറ്റ്. ഓക്കെ, എന്താ പറഞ്ഞ നോക്കിയേ? കോമ സെപ്പറേറ്റ് ഐറ്റം ഇൻ എ ലിസ്റ്റ്, ഒരു ലിസ്റ്റിലുള്ള സെപ്പറേറ്റ് ഐറ്റംസ്. ഓക്കെ, എന്താ? സെപ്പറേറ്റ് ഐറ്റം ഇൻ എ ലിസ്റ്റ്, പോസ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ഉണ്ടാകുന്ന ഒരു പോസിനെ അല്ലെങ്കിൽ ഒരു ബ്രേക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമ. ഓക്കെ, സെപ്പറേറ്റ് ഐറ്റം ഇൻ എ ലിസ്റ്റ്, പോസ് ഇൻ എ സെൻറ്റൻസ്, ഓർ എന്ത് പറയാം? സെപ്പറേറ്റ് ക്ലോസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലോസ്. എന്താ? ഐ ബോട്ട് ആപ്പിൾസ്. എന്താ? ഐ ബോട്ട് ആപ്പിൾസ്, ഞാൻ ആപ്പിൾസ് കൊണ്ടുവന്നു. ഓറഞ്ച് ആൻഡ് ബനാന. എന്താ? ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്ന് പറഞ്ഞ ഓരോരോ പോസ് നമ്മൾ കൊണ്ടുവന്നു. ദെൻ എക്സാമ്പിൾ നോക്കിയേ, I bought apples, orange and banana. Then മൂന്നാമത്തെ സെറ്റ് നോക്കിയേ, ഫസ്റ്റ് വൺ ഫുൾ സ്റ്റോപ്പ്, then comma, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. എൻസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്റ്റോപ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. നോക്കിയേ, ക്വസ്റ്റ്യൻ മാർക്ക്, ഇറ്റ് സ്റ്റോപ്പ് സംതിങ് ഡയറക്റ്റ്ലി. ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്തു. എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കിയേ? WH ക്വസ്റ്റ്യൻ ആൻഡ് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്താ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ WH ക്വസ്റ്റ്യൻ? എന്താ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? വാട്ട്, വെൻ, വേർ, ഹൂ, ഹൂസ്, വിച്ച് എന്നിങ്ങനെയൊക്കെ വരുന്നതാണ് ഇത് WH ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ അടുത്ത് വരുന്നത് എന്താ? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്താ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ എയ്തർ എസ് ഓർ നോ. നോക്കിയേ, എസ് ഓർ നോ എന്താ? ആർ യു സ്ലീപ്പിംഗ്? എന്തായിരിക്കും ആൻസർ? യെസ്. അല്ലെങ്കിൽ എന്താ? നോ. ദെൻ ഡു യു ലൈക്ക് ചപ്പാത്തി? സോ നമ്മൾ എന്ത് പറഞ്ഞു? നോ അല്ലെങ്കിൽ യെസ്. ഇതാണ് എന്ത് വരുന്നത്? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എന്ത് പറയാൻ പറ്റും? WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താ? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസിൽ വരുന്ന സെക്ഷൻ ഏതാ? WH ക്വസ്റ്റ്യൻ ഓർ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. എൻസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എൻസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മാർക്ക് എന്താ ചെയ്യുന്നത്? ഇറ്റ് എൻസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. Example, where are you going? Yes. Do you like ice cream? Are you sleeping in the class? What are you doing? ഇതെല്ലാം ഏതിന് എക്സാമ്പിളാ? ക്വസ്റ്റ്യൻ മാർക്ക്. Then exclamation mark. എന്താ എക്സ്ക്ലമേഷൻ? ആശ്ചര്യം. I am exclaimed. Wow, super, Eureka, we won the race. ഇതൊക്കെ എന്താ? എക്സ്ക്ലമേഷൻ മാർക്കാണ്. നമ്മൾ ഭയങ്കര ആശ്ചര്യത്തോടെ, we are very much surprised. Eureka, I got it. Okay. എന്താ? ഹൗ സ്ട്രോങ് ഫീലിങ്സ്, സർപ്രൈസ് ഓ ഇമോഷൻസ്. എന്താ പറയുന്നത് നോക്കി? സ്ട്രോങ് ഫീലിംഗ്, സർപ്രൈസ് ഓർ ഇമോഷൻ. സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ്, അതേപോലെ തന്നെ സർപ്രൈസ്, ഇമോഷൻസ്, ഇതെല്ലാമാണ് ഏതിൽ വരിക? എക്സ്ക്ലമേഷൻ മാർക്കിൽ വരിക. ഓക്കെ, എന്താ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ? സ്ട്രോങ് ഫീലിങ്സ്, സർപ്രൈസ് ഓർ ഇമോഷൻ. സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവും, സർപ്രൈസസ് ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഏതിലാണ് വരിക? ഇതെല്ലാം വരുന്നതാണ് എക്സ്ക്ലമേഷൻ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. എന്താ അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, വാട്ട് എ പ്ലസന്റ് ഡേ ഇറ്റ് ഈസ്, വാട്ട് എ സൂപ്പർ മാച്ച് ഇറ്റ് വാസ്. ഓക്കെ, യുറേക്ക, ഐ ഗോട്ട് ഇറ്റ്. അലാസ്, ഹി പാസ്ഡ് അവേ. ഇതൊക്കെ എന്താ?
ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമോഷനാണ്. അലാസ്, എന്താ അലാസ് ഉണ്ടോ, അയ്യോ പാവം കേട്ടോ എന്നുള്ളൊരു മീനിങ് ആണ് എന്ത് അലാസ്. യുറേക്ക എന്ന് പറഞ്ഞാൽ എന്താ, ഓ കിട്ടിപ്പോയി, ഐ ഗോട്ട് ഇറ്റ്, ഞാൻ അത് നേടിയെടുത്തു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ. പങ്ക്ച്വേഷൻ മാർക്ക്. പങ്ക്ച്വേഷൻ മാർക്ക് ആർ ദ സിമ്പൽ യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ടു മേക്ക് മീനിങ് ക്ലിയർ ആൻഡ് സെൻറ്റൻസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കുറച്ചുകൂടെ സെൻറ്റൻസ് ഈസി ആക്കാനും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ എൻഡ് അല്ലെങ്കിൽ ബിഗിനിങ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പങ്ക്ച്വേഷൻ മാർക്ക്. ഓക്കെ, എന്താ പങ്ക്ച്വേഷൻ മാർക്കിൽ ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ അല്ലേ, ഇസ് ഇറ്റ് ഓക്കെ? Then comes next one, apostrophe. And the apostrophe, apostrophe shows possession, ende, ninde, avande, avarude. Okay, this book belongs to Manu. Okay, Manu's book. And the Manu's book. എന്താ മനൂസ് ബുക്ക്, മനൂസ്, മനുവിൻ്റെ, അതെന്താ മനുവിൻ്റെ, അവൻ്റെ, അവളുടെ, അവരുടെ എന്ന് പറഞ്ഞാൽ പൊസഷൻ കാണിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഷോയിങ് പൊസഷൻ, അതിനെയാണ് എന്ത് വിളിക്കുക, അപ്പോസ്ട്രോഫി. ഈ ഒരു പൊസഷൻ കാണിക്കുന്ന അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അപ്പോസ്ട്രോഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷോസ് പൊസഷൻ, ഫോം കോൺട്രാക്ഷൻസ്. എക്സാമ്പിൾ, റിയാസ് ബുക്ക് ഡോൺ. ഓക്കെ, റിയാസ് ബുക്ക്. ദെൻ ഡോണ്ട് ബി ലേറ്റ്. നോക്കിയേ, റിയാസ് ബുക്ക് ആരുടെ ബുക്കാ, റിയയുടെ ബുക്കാണ്, റിയാസ് ബുക്ക്. ദെൻ ഡോണ്ട് ബി ലേറ്റ്. ഓക്കെ, നീ ഒരിക്കലും ലേറ്റ് ആവരുത്, നീ എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്, ഡോണ്ട് ബി ലേറ്റ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയാ കുറച്ച് പേരൊക്കെ ഫാസ്റ്റായിട്ട് എന്തെത്തി, അടുത്തടുത്തടുത്ത് വേഗം വേഗം പഠിച്ചു പോകണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്താ അടുത്തത് നോക്കിയേ, നമ്മുടെ അടുത്ത സെറ്റ് എന്താ, കൊട്ടേഷൻ മാർക്ക്. ഓക്കെ, ഏത് കൊട്ടേഷൻ നോക്കിയേ, ഷോസ് ഡയറക്റ്റ് സ്പീച്ച് ഓ കൊട്ടേഷൻസ്. നമ്മൾ ഗ്രാമർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഡയറക്റ്റ് സ്പീച്ച്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്ത് ഈ ഡയറക്റ്റ് സ്പീച്ച്, എന്ത് ഈ ഡയറക്റ്റ് സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ഡയറക്റ്റ് സ്പീച്ച്. വാട്ട് യു മീൻ ബൈ ഡയറക്റ്റ് സ്പീച്ച്? എന്താ ഡയറക്റ്റ് സ്പീച്ച്? നമ്മുടെ ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ത്, ഡയറക്റ്റ് സ്പീച്ച്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു ഡയറക്റ്റ് സ്പീച്ച് പറയുന്ന സമയത്തും ഇങ്ങനെ രണ്ട് ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് എഴുതുക, സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ കൊട്ടേഷൻ. ഓക്കെ, ഹീ സെഡ് ഐ ആം റെഡി. ഇതെന്താ, ഡയറക്റ്റ് സ്പീച്ചാണ്. ഹീ സെഡ് ഐ ആം റെഡി. നോക്കിയേ, ഹീ സെഡ് ഓക്കെ, ഇവിടെ എന്തൊക്കെ ഒന്ന് നോക്കിയേ, 1 2 3. ഓക്കെ, വാട്ട് ഹാപ്പൻ, ഹീ സെഡ് ഐ ആം റെഡി. ഓക്കെ, ഹീ സെഡ് എന്ന് കഴിഞ്ഞിട്ട് എന്തൊന്നൊരു കോമ വന്നു, ഡബിൾ ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ അവൻ പറഞ്ഞത്, ഹീ സെഡ് ഐ ആം റെഡി. അവൻ പറഞ്ഞു അവൻ റെഡിയാണെന്ന്. ഹീ സെഡ് ദാറ്റ് ഹി വാസ് റെഡി. അങ്ങനെയാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഹീ സെഡ് ഐ ആം റെഡി. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, നമ്മൾ നോക്കി അപ്പോസ്ട്രോഫീസ്. എന്താ അപ്പോസ്ട്രോഫീസ് എന്ന് പറഞ്ഞാൽ, ഷോ പൊസഷൻ. ദെൻ കൊട്ടേഷൻ മാർക്ക്. കൊട്ടേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വരുന്നതാണ് ഏത്, കൊട്ടേഷൻ മാർക്ക്. ദെൻ കംസ് കോളൻ. എന്താ കോളൻ, ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ്, എക്സ്പ്ലനേഷൻ ഓർ എക്സാമ്പിൾ. എന്താ, ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ്, ഒരു ലിസ്റ്റിലോട്ടേക്ക് എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവാം, അതല്ലെങ്കിൽ എന്താ ഒരു എക്സാമ്പിൾ ആവാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിയേ, നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റിന് മുകളിലത്തെ ക്വസ്റ്റ്യൻ തന്നെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, എക്സാമ്പിൾ, അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോളം യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഓക്കെ, ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ് ഓർ എക്സ്പ്ലനേഷൻ, എന്തോ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. ആ ഒരു പറഞ്ഞു തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ കോളൻ, ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോളൻ. എക്സാമ്പിൾ, ബ്രിങ് ദ ഫോളോയിങ് ഐറ്റംസ്. ഏതൊക്കെയാ ഫോളോയിങ് ഐറ്റംസ്,
pen, pencil and eraser. Okay, bring the following items. ഒരു ലിസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ എന്തുണ്ട്, എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ എഴുതുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോളംസ് യൂസ് ചെയ്യുന്നത്, കോളൻ. ഓക്കെ, ദെൻ സെമി കോളൻ. എന്താ സെമി കോളൻ എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ സെമി കോളൻ? ജോയിൻസ് ടു ക്ലോസ്ലി റിലേറ്റഡ് സെൻറ്റൻസ്. രണ്ട് നല്ല കണക്ഷനുള്ള, രണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളെ ജോയിൻ ചെയ്യുന്നതാണ് ഇത് സെമി കോളൻ. ജോയിൻ ടു ക്ലോസ്ലി റിലേറ്റഡ് സെൻറ്റൻസ്, ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സെമി കോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഷി വാസ് ടയേർഡ്, ഷി കണ്ടിന്യൂഡ് വർക്കിംഗ്. നോക്കിയേ, ഷി വാസ് ടയേർഡ്, ഷി കണ്ടിന്യൂഡ് വർക്കിംഗ്. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കണ്ടിന്യൂഡ് വർക്കിംഗ് എന്നിട്ടും ഓക്കെ നോക്കിയേ, ടു സെൻറ്റൻസ് വി ആർ ജോയിൻ. ഷി വാസ് ടയേർഡ്, ഷി കണ്ടിന്യൂഡ് വർക്കിംഗ്. ഷി വാസ് ടയേർഡ് ആൻഡ് ഷി കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് നോക്കിയേ, ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ അപ്പോസ്ട്രോഫി, കൊട്ടേഷൻ മാർക്ക്, കോളൻ ആൻഡ് സെമി കോളൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് എക്സാമ്പിൾസ്. ഓക്കെ, വാട്ട് ആർ അവർ എക്സാമ്പിൾസ്? ഒന്നുകൂടെ നമ്മുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നോക്കിയേ, അപ്പോസ്ട്രോഫീസ്, then question mark, sorry, quotation mark, colon and semicolon. Then അടുത്തത് നമ്മുടെ ഗ്രാമറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഓക്കെ, നമ്മുടെ ഗ്രാമറിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ടുള്ള ഏതാ ക്വസ്റ്റ്യൻ, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, എന്താ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്? നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മുടെ ഓൺ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഇതെങ്ങനെ ചെയ്യുക, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇതിനെ ചെയ്യണം? അതിനുവേണ്ടി സ്റ്റാർട്ടിങ് നോക്കിയേ, വോയിസ് ഷോസ് വെദർ ദ സബ്ജക്ട് പെർഫോംസ് ദ ആക്ഷൻ ഓർ ഈസ് ദ റിസീവർ ഓഫ് ആൻ ആക്ഷൻ. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം അറിയോ, എന്ത് ഈ പറഞ്ഞാൽ SVO. വാട്ട് യു മീൻ ബൈ SVO? എന്താ ഈ ഒരു SVO എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ദാറ്റ് SVO എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, SVO പാറ്റേൺ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. നമുക്കതിനെ എന്താക്കണം, നമ്മളിവിടെ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ അതിനെന്തായി, ഒബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് സബ്ജക്റ്റ്. ഇവിടെ എന്തായി, ദിസ് ഈസ് അവർ ആക്റ്റീവ് വോയിസ്, ദിസ് ഈസ് അവർ പാസീവ് വോയിസ്. പാസീവ് വോയിസിലോട്ടേക്കായിട്ട് എന്ത് ഇമ്പോർട്ടൻസ് മാറും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയതാണ്. ഓക്കെ നോക്കിയേ, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. വോയിസ് ഷോസ് വെദർ ദ സബ്ജക്ട് പെർഫോംസ് ദ ആക്ഷൻ ഓർ റിസീവ്സ് ദ ആക്ഷൻ. നോക്കിയേ, voice shows whether subject performs the action. Subject ആണോ, നോക്കിയേ, voice shows whether the subject performs the action. Subject ആണോ action perform ചെയ്യുന്നത്? Voice shows whether the subject performs the action or receives the action. ഒന്നില്ലെങ്കിൽ എന്താ, subject performs the action ആണോ അതോ receives the action ആണോ, action receive ചെയ്യുന്നതാണോ, അതാണ് ഏതിൽ വരുന്നത്, ഈ പറയുന്ന ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്. Voice shows whether the subject performs the action or receives the action. Okay, നോക്കിയേ, ആക്റ്റീവ് വോയിസിൽ എങ്ങനെയാ, a sentence in an active voice when the subject does the action. എപ്പോഴാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്? When do we say it's an active voice? Active voice. A sentence is in active voice when the subject does the action. Subject ആണെങ്കിൽ, when subject is important. When subject is important, it is active voice. Okay, subject importance ആണെങ്കിൽ അതേതാണ്, active voice ആണ്. Okay, when the subject is given importance, സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ അത് ഏതാടാ, ആക്റ്റീവ് വോയിസ് ആണ്. നോക്കിയേ, ആക്റ്റീവ് വോയിസിന്റെ ഫോം എങ്ങനെയാ, നോക്കിയേ, എങ്ങനെയാ ആക്റ്റീവ് വോയിസിന്റെ ഫോം എന്ന് പറയുന്നത്, subject plus verb plus object. എങ്ങനെയാ നോക്കിയേ, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഏതിൽ വരുന്നത്, ആക്റ്റീവ് വോയിസിൽ വരുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ദ ബോയ് കിക്സ് ദ ബോൾ.
ഓക്കെ, എന്താ നോക്കിയേ, ദ ബോയ് കിക്സ് ദ ബോൾ. ഓക്കെ, ദ ബോയ് എന്താ ബോയ് ചെയ്തത്, ദ ബോയ് കിക്സ് ദ ബോൾ, ആ ബോളിനെ എന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ചു. ദ ബോയ് കിക്സ് ദ ബോൾ. ഓക്കെ, ഇവിടെ എന്താ, ദ ബോയ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്, കിക്സ് ആണ് നമ്മുടെ വെർബ്, ദ ബോൾ ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ദ ബോയ് കിക്സ് ദ ബോൾ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. നോക്കിയേ എന്തൊക്കെയാ പറഞ്ഞത്, ദ ബോയ് കിക്സ് ദ ബോൾ. ഓക്കെ, അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ, ഷി റോട്ട് എ ലെറ്റർ. ഷി റോട്ട് എ ലെറ്റർ, ഷീ ആണ് നമ്മളുടെ സബ്ജക്റ്റ്, ദെൻ റോട്ട് ആണ് നമ്മളുടെ വെർബ്, ലെറ്റർ ആണെങ്കിൽ എന്താണ്, ഒബ്ജക്റ്റ്. ഓക്കെ, നോക്കിയേ, ദ ബോയ് കിക്സ് ദ ബോൾ, ഷീ റോട്ട് എ ലെറ്റർ, ദെൻ ദ ടീച്ചർ ആണ് സബ്ജക്റ്റ്, എക്സ്പ്ലെയിൻസ് വെർബ്, ദ ലെസൺ ഒബ്ജക്റ്റ്. ഓക്കെ, SVO സബ്ജക്റ്റ് ആദ്യം വരും, അതിനുശേഷം വെർബ് വരും, അതിനുശേഷം നമ്മളുടെ ഒബ്ജക്റ്റ് വരും. അതാണ് ഇത് SVO പാറ്റേൺ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പാറ്റേൺ. നോക്കിയേ, ഇങ്ങനെ വരുന്ന സമയത്ത് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആണ്, സ്ട്രോങ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസ് ആണ്, കോമൺലി യൂസ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാ, മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ആക്റ്റീവ് വോയിസ് ആണ്. ഓക്കെ, ഇൻ ദ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, വോയിസ് ഷോസ് വെദർ ദ സബ്ജക്റ്റ് പെർഫോംസ് ദ ആക്ഷൻ. ഓക്കെ, സബ്ജക്റ്റ് ആണെങ്കിൽ ഏതാണ്, വോയിസ് ഷോസ് വെദർ ദ സബ്ജക്റ്റ് പെർഫോംസ് ദ ആക്ഷൻ. ദെൻ ആക്റ്റീവ് വോയിസ് നോക്കിയേ, സെൻറ്റൻസ് ഈസ് ഇൻ ആക്റ്റീവ് വോയിസ് വെൻ ദ സബ്ജക്റ്റ് ഡസ് ദ ആക്ഷൻ. സബ്ജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഏതാണ്, ആക്റ്റീവ് വോയിസ് ആണ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ദെൻ ദ ബോയ് കിക്സ് ദ ബോൾ, എന്താ, ദ ബോയ് കിക്സ് ദ ബോൾ. ദെൻ ഷീ റോട്ട് എ ലെറ്റർ, ദ ടീച്ചർ എക്സ്പ്ലെയിൻഡ് ദ ലെസൺ. ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആണ്, ഷോർട്ട് ആൻഡ് സ്ട്രോങ് സെൻറ്റൻസ് ആണ്, ദെൻ കോമൺലി യൂസ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ, ഈ പറയുന്ന ആക്റ്റീവ് വോയിസിൻ്റെ എക്സാമ്പിൾ. ഇതേപോലെ എന്തുണ്ട്, നമുക്ക് പാസീവ് വോയിസും ഉണ്ട്. ഓക്കെ, ഇൻ ആക്റ്റീവ് വോയിസ് വാട്ട് ഹാപ്പൻ, ഇൻ ആക്റ്റീവ് വോയിസ് what happen, in active voice subject verb object. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ എന്താക്കി മാറി, ഓക്കെ, ഇൻ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓ വാസ് ഓ വേർ ഓ ഹാസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് SVO ആണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോം. എന്താ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോം നോക്കിയേ, ദ കറക്റ്റ് ഫോം ഈസ് എ സെൻറ്റൻസ് ഈസ് ഇൻ പാസീവ് വോയിസ് വെൻ ദ സബ്ജക്റ്റ് റിസീവ്സ് ദ ആക്ഷൻ. വാട്ട് ഹാപ്പൻ ഹിയർ, ദ സബ്ജക്റ്റ് റിസീവ്സ് ദ ആക്ഷൻ. നേരത്തെ ഒബ്ജക്റ്റ് റിസീവ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ ദ സബ്ജക്റ്റ് റിസീവ്സ് ദ ആക്ഷൻ, സബ്ജക്റ്റിനാണ് എന്ത് കിട്ടുന്നത്, ആക്ഷൻ കിട്ടുന്നത്. നോക്കി, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ വാസ് ഓർ വേർ ഓർ ഹാസ് ബീൻ. എങ്ങനെ നമ്മൾ എഴുതാൻ നോക്കിയേ, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ ഈസ് ഓർ വേർ ഓർ has been plus past participle plus by plus subject. ഓക്കെ, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും നോക്കിയാൽ, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ അല്ലെങ്കിൽ എന്ത് എഴുതാം, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ വാസ് ഓർ വേർ ഓർ ഹാസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, നോക്കിയേ, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ വാസ് ഓർ വേർ ഓർ ഹാസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതാണ് ഏത്, നമ്മളുടെ പാസീവ് ഫോം. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, ഓക്കെ, ദ ബോൾ ഈസ് കിക്ഡ് ബൈ ദ ബോയ്. ഓക്കെ, എന്താ ഇവിടുത്തെ, ദ ബോയ് കിക്സ് ദ ബോൾ. ഇവിടെ വന്നപ്പോൾ എന്തായി, the ball is kicked
by the boy. Okay, the ball is kicked by the boy. Okay, the ball is kicked by the boy. Then അടുത്ത നോക്കിയേ, a letter was written by her. ഇവിടെ എന്തായിരുന്നു നോക്കിയേ, she wrote a letter. She wrote a letter എന്നുള്ളത് എങ്ങനെയായി, a letter was written by her. She wrote a letter എന്നുള്ളത് എങ്ങനെ എഴുതി, a letter was written by her. Okay, she wrote a letter എന്നുള്ളത് എങ്ങനെയായി, a letter was written by her എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്തു. Then the lesson is explained by the teacher. The teacher explained the lesson എന്നുള്ളത് എങ്ങനെ മാറി, the lesson is explained by the teacher. Okay, the lesson is explained by the teacher. Okay, ഇത് CBSE ക്ലാസ് അല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഒന്നുകൂടെ നോക്കിയേ, the ball is kicked by the boy, a letter was written by her, the lesson is explained by the teacher. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ, ഫോക്കസ് ഓൺ ദ ആക്ഷൻ. ഇവിടെ എന്തായിരുന്നു, ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആണ്, ഷോർട്ട് ആൻഡ് സ്ട്രോങ് ആണ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഇവിടെ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഫോക്കസ് ഓൺ ദ ആക്ഷൻ ഓർ റിസൾട്ട്. ആക്ഷൻ ഓർ റിസൾട്ടിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. യൂസ്ഡ് വെൻ ദ ഡൂവർ ഈസ് അൺനോൺ. ഓക്കെ, നമ്മൾ ആരാ ചെയ്യുന്ന ആൾ, സബ്ജക്റ്റ് അറിയുന്നില്ല, ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. കോമൺ ഇൻ ഫോർമൽ റൈറ്റിംഗ്, ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള റൈറ്റിങ്സിനൊക്കെയാണിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, എന്തായിരുന്നു പാസീവ് വോയിസ്. ഓക്കെ, എന്തായിരുന്നു പാസീവ് വോയിസ്, എ സെൻറ്റൻസ് ഈസ് പാസീവ് വോയിസ് വെൻ ദ സബ്ജക്ട് റിസീവ്സ് ദ ആക്ഷൻ. സബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷൻ കിട്ടുന്നുണ്ട്. എ സെൻറ്റൻസ് ഈസ് ഇൻ പാസീവ് വോയിസ് വെൻ ദ സബ്ജക്ട് റിസീവ്സ് ദ ആക്ഷൻ. ഒബ്ജക്ട് പ്ലസ് ഈസോ വാസ് വർ ഹാസ് ബീൻ പ്ലസ് past participle plus by plus subject. The ball is kicked by the boy. A letter was written by her. The letter was explained by the teacher. എന്താ, ഫോക്കസ് ഓൺ ദ ആക്ഷൻ ഓർ റിസൾട്ട്. ഒന്നില്ലെങ്കിൽ ആക്ഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. യൂസ്ഡ് വെൻ ദ ഡൂവർ ഈസ് അൺനോൺ, ഡൂവർ അറിയാത്ത സമയത്ത്. കോമൺ ഇൻ ഫോർമൽ റൈറ്റിംഗ്, ഫോർമൽ റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്തായിരുന്നു ആക്റ്റീവ് വോയിസ്. Okay, voice shows whether the subject performs the action or receiver of the action. And a sentence is in active voice when the subject does the action. Apply active voice via subject aanu cheyyunnadengil when the subject does the action. Okay, subject plus verb plus object. Then the boy kicked the ball. She wrote a letter. The teacher explains the lesson. ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. Then നോക്കിയേ, നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലോട്ടേക്ക് മാറ്റുന്ന സമയത്ത് എന്തുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ്. എന്താ ഒബ്ജക്റ്റ് നോക്കിയേ, ഫസ്റ്റത്തെ വൺ എന്താ പറയുക നോക്കിയേ, ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ്. ഏതാണോ ഒബ്ജക്റ്റ് ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഐഡൻറ്റിഫൈ. ഓക്കെ, ചേഞ്ച് ഫ്രം ആക്റ്റീവ് ടു പാസീവ്. ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ടേക്ക് മാറ്റുന്ന സമയത്ത് എന്താ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെൻറ്റൻസ്. ഒബ്ജക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, മേക്ക് ഇറ്റ് ദ സബ്ജക്റ്റ് ഓഫ് ദ പാസീവ് സെൻറ്റൻസ്. ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആക്കണം. യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യണം. എന്താ കറക്റ്റ് ഫോമിൽ നോക്കി, BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മൾ BE എന്ന് ചേർത്തിട്ട് എന്ത് ചെയ്യണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യണം. ദെൻ എക്സാമ്പിൾ, ഷീ ക്ലീൻസ് ദ റൂം. ഓക്കെ, എങ്ങനെ എക്സാമ്പിൾ നോക്കിയേ, ഷീ ക്ലീൻസ് ദ റൂം. അവൾ എന്ത് ചെയ്തു, അവളുടെ റൂം നല്ല രീതിയിൽ വൃത്തിയാക്കി. ഷീ ക്ലീൻസ് ദ റൂം. നമുക്കത് എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, ദ റൂം. ഓക്കെ, ഷീ ക്ലീൻസ് ദ റൂം. ഓക്കെ, എന്താ ഷീ എന്ന് പറയുന്നതാണ് നമ്മളുടെ സബ്ജക്റ്റ്. ദെൻ ക്ലീൻസ് ആണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ദെൻ ദ റൂം
സോറി, ഇതാണ് നമ്മളുടെ വെർബ്, ഇത് നമ്മുടെ ഒബ്ജക്റ്റ്. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് വേണ്ടത് ദ റൂം, ഒബ്ജക്റ്റ് ദ റൂം എന്ത് വരാം? ഈസ് ക്ലീൻഡ്. ഇവിടെ ക്ലീൻസ് എന്ന് വന്നുകൊണ്ട് എന്തായി? ഈസ് ക്ലീൻഡ് ബൈ ഷീ എന്നുള്ളത് എന്തായി? ഹെർ ആയിട്ട് മാറി. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചൊക്കെ പഠിക്കുന്ന സമയത്ത്, ഓക്കെ, റിപ്പോർട്ടർ സ്പീച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷീ എന്നുള്ളത് ഹെയർ ആയിട്ട് മാറ്റാറുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നോക്കിയേ, ഷീ ക്ലീൻസ് ദ റൂം, ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ഹെർ. ഓക്കെ, നോക്കിയേ, ഷീ ക്ലീൻസ് ദ റൂം എന്നുള്ളത് എന്താ? ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ഹെർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ആക്റ്റീവ് ടു പാസീവ് ഫോം, ആക്റ്റീവ് ടു പാസീവ് ഫോം എങ്ങനെ ചെയ്ത് എന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ വേഗം ഒന്ന് ക്ലിയർ എന്ന് പറഞ്ഞേ. ഓക്കെ, എന്താ? ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് സെന്റൻസ്, ദെൻ മേക്ക് ദ സബ്ജക്ട് പാസീവ്. പിന്നെന്താ? ഷീ ക്ലീൻസ് ദ റൂം നമ്മൾ എങ്ങനെ മാറ്റി? ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ഹെർ. ഷീ ക്ലീൻസ് ദ റൂം എന്നുള്ളത് എങ്ങനെ മാറ്റി? ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ഹെർ. ഓക്കെ, ദെൻ അടുത്തത് എന്താ പറഞ്ഞു നോക്കിയേ? ദ സബ്ജക്ട് പെർഫോംസ് ദ ആക്ഷൻ. അവിടെ ഏറ്റവും കൂടുതൽ ആക്ഷൻ അല്ലെങ്കിൽ ആരെ പെർഫോം ചെയ്യുന്നത്? ദ സബ്ജക്റ്റ് ആണ്. ദ ഗേൾ സിങ്സ് എ സോങ്. നോക്കിയേ, ദ ഗേൾ സിങ്സ് എ സോങ്. ദെൻ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കിയേ, സബ്ജക്ട് പ്ലസ് verb plus object. The verb agrees with the subject. He writes a letter. Agree ചെയ്യുന്നുണ്ട്. He writes a letter. അവനൊരു ലെറ്റർ എഴുതുന്നു. Then active voice is clear and direct and commonly used in daily speech and writing. നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then അടുത്ത നോക്കിയേ, the subject receives the action. A song is sung by the girl. ഇവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ? The girl sings a song. എന്തായിരുന്നു? The girl sings a song. നമുക്ക് എങ്ങനെ എഴുതാം? A song is sung by the girl. Okay, the girl sings a song. The girl sings a song എന്നുള്ളത് a song is sung by the girl എന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ നോക്കിയേ, റൈറ്റ്സ്. നമ്മളുടെ സെൻറ്റൻസിൽ റൈറ്റ്സ് എന്നുണ്ട് എങ്കിൽ, റൈറ്റ്സ് WRITES, റൈറ്റ്സ് ഉണ്ട് എങ്കിൽ അതെന്താവും? ഈസ് റിട്ടൺ. ദെൻ റോട്ട് ഉണ്ടെങ്കിലോ? വാസ് റിട്ടൺ. നോക്കിയേ, റൈറ്റ്സ് ഉണ്ട് എങ്കിൽ എന്താവും? റിട്ടൺ ആവും. റോട്ട് ആണെന്നുണ്ടെങ്കിൽ വാസ് റിട്ടൺ ആവും. ഓക്കെ അല്ലേ? റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഈസ് റിട്ടൺ. റോട്ട് ആണെങ്കിലോ? വാസ് റിട്ടൺ. ദെൻ ഷീ ആണെങ്കിലോ? ഷീ ആണെങ്കിൽ ഹെർ. ദെൻ അടുത്ത് നോക്കിയേ, ദേ ആണെങ്കിൽ ബൈ ദം. ഈസ് ക്ലിയർ? റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ റിട്ടൺ, ഈസ് റിട്ടൺ. റോട്ട് ആണെങ്കിൽ വാസ് റിട്ടൺ. ഷീ ആണെങ്കിൽ എന്താ? ബൈ ഹെർ. ദേ ആണെങ്കിൽ ബൈ ദം. നോക്കിയേ, റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈസ് റിട്ടൺ, റോട്ട് ആണെന്നുണ്ടെങ്കിൽ വാസ് റിട്ടൺ, ഷീ ആണെങ്കിൽ ബൈ ഹെർ, ദേ ആണെങ്കിൽ ബൈ ദം. ഓക്കെ, ദെൻ ദ വേർഡ് ബൈ ഈസ് യൂസ്ഡ് വെൻ ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ പിക്ചർ വാസ് പെയിൻറ്റഡ് ബൈ ദ ആർട്ടിസ്റ്റ്. ദ വിൻഡോ വാസ് ബ്രോക്കൺ. ഓക്കെ, ചില സമയങ്ങളിൽ എന്താ നമുക്കറിയില്ല, ദ ഡൂവർ ഈസ് അൺനോൺ. എന്താ ഡൂവർ ഈസ് അൺനോൺ? ആരാണ് ആ ഒരു ആക്ടിവിറ്റി ചെയ്തത്? ഹൂ ഹാസ് ഡൺ ദാറ്റ് ആക്ടിവിറ്റി? ആരാണ് ആക്ടിവിറ്റി ചെയ്തതെന്ന് അറിയില്ല. ഓക്കെ, ആ ടൈമിൽ നമുക്കിങ്ങനെ ദ ഡോർ വാസ് ബ്രോക്കൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂള്. ദെൻ അടുത്ത നോക്കിയേ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ വരുന്നതാണ് ഏത്? നമ്മുടെ ലെറ്റേഴ്സ്. എന്താണ് ലെറ്റേഴ്സ്? എല്ലാവർക്കും ലെറ്റേഴ്സിനെ പറ്റി അറിയോ? വാട്ട് യു മീൻ ബൈ ലെറ്റേഴ്സ്? എന്താണ് ലെറ്റേഴ്സ്? എന്താ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് എത്ര ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്? ദർ ആർ മെയിൻലി 2 types of letters. We can say that mainly there is formal letter and also
ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററും ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. എന്താ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ? ഫോർമൽ ലെറ്റർ മീൻസ് സംതിങ് ടു ദ ഒഫീഷ്യൽ പേഴ്സൺസ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് അയക്കുന്നതാണ് എന്താ ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ എന്താ? സംടൈം ഇറ്റ് മേ ബി എ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കസിൻസ്, ആൻറ്റീസ്, അങ്കിൾസ്, അവർക്കൊക്കെ അയക്കുന്ന ഫ്രണ്ട്സ്, അതാണ് ഇത് ഇൻഫോർമൽ ലെറ്റർ. ഓക്കെ, ഫോർമൽ ലെറ്ററും ഉണ്ട്, അതേപോലെ തന്നെ എന്തിൻ്റെ ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. Okay, formal letter and informal letter. In the formal letter, the specialty, formal letter will be short. Formal letter എന്തായിരിക്കും? Short ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ഫോർമൽ ലെറ്ററിൻ്റെ ഫീച്ചർ എങ്ങനെയായിരിക്കും? എങ്ങനെ നമുക്ക് ഫോർമൽ ലെറ്റർ എഴുതാനായിട്ട് പറ്റുക? ഹൗ ക്യാൻ വി റൈറ്റ് ഫോർമൽ ലെറ്റർ? ഫോർമൽ ലെറ്റർ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഫസ്റ്റ് എന്താ? ഫ്രം അഡ്രസ് ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം എന്തുണ്ടാവും? ഡേറ്റ്, ദെൻ ടു അഡ്രസ് ഉണ്ടാവും, ദെൻ സബ്ജക്റ്റ്, അതേപോലെ തന്നെ സല്യൂട്ടേഷൻ. ഇത് രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. സംടൈം ദ സല്യൂട്ടേഷൻ വിൽ ബി അപ്പ്, സംടൈം ദ സബ്ജക്റ്റ് വിൽ ബി അപ്പ്. ഓക്കെ, ദെൻ അവർ സെൻറ്റൻസ്, ആൻഡ് അറ്റ് ലാസ്റ്റ് യുവർ ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, നമ്മൾ വേറെ ഒന്നും എഴുതില്ല. ഓക്കെ, ലവിംഗ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇറ്റ്സ് എ ഫോർമൽ ലെറ്റർ, സംടൈംസ് ടു ദ ഒഫീഷ്യൽ പേഴ്സൺസ്, പോലീസ്, ദെൻ ഡോക്ടർ, ടീച്ചേഴ്സ് ആൻഡ് ഓൾ. സോ വി മസ്റ്റ് നോട്ട് റൈറ്റ് ലൈക്ക് ദാറ്റ്. ദെൻ ഇൻഫോർമൽ. എന്താ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ? ലെങ്തി, ഭയങ്കര ലെങ്തി ആണ് ഇത് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. ഓക്കെ, ഇൻഫോർമൽ ലെറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഹിയർ വി ക്യാൻ റൈറ്റ് from address, then date, then dear friend, then we can write all the details. Yours lovingly, name, then signature. That's all that we need in our ഇൻഫോർമൽ റൈറ്റിംഗ്. ഓക്കെ, ഫോർമൽ റൈറ്റിംഗ് അതേപോലെ തന്നെ ഇൻഫോർമൽ റൈറ്റിംഗ്, രണ്ട് ടൈപ്പ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ആണ് ഉള്ളത്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഫോമാറ്റ് കാര്യങ്ങളാണ് ഉള്ളത്. നോക്കിയേ, നമ്മുടെ ഇവിടേക്ക് നോക്കാം. ഹിയർ what happened here? Return address, or we can say that from address, then date, then to address, then attention line, it's an optional line, then salutation, then subject. Salutation we need to write respected sir, respected madam, or dear madam, or anything we need to write. Then subject we need to write. Okay, then body of the letter, first paragraph, second paragraph and third paragraph. Of course, each business letter has its own purpose. Make a complaint, request, informal response, sales enquiry, apply for a job. Each and every letters are entirely different. നമ്മൾ എഴുതുന്ന ഓരോ ലെറ്റേഴ്സും എന്തായിരിക്കണം? അതും ശരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെറ്റർ എഴുതുന്ന സമയത്തും ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡ്രോ എ ബോക്സ്. Okay, then we need to write the question number, and then we need to include it in one page. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പകുതിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല. We need to begin from a fresh page. നല്ല ഭംഗിയുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആൻസർ ഷീറ്റിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ? നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് എഴുതാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ലെറ്റർ റൈറ്റിംഗ്. എന്താ നോക്കിയേ, this is a formal letter writing. In the formal letter writing, from address, date, to address, respected sir, then subject, and what all things we need to note? What all things we need to note? Okay, begins from a fresh page. എപ്പോഴും ലെറ്റർ എങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ? ഓൾ ദ ടൈം ദ ലെറ്റർ നീഡ് ടു ബിഗിൻ ഫ്രം എ ഫ്രഷ് പേജ്. ഒരു ഫ്രഷ് പേജിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ? ദ ലെറ്റർ നീഡ് ടു സ്റ്റാർട്ട്. ദെൻ എന്താ സെക്കൻഡ് പോയിന്റ് നോക്കിയേ? വാട്ട്സ് അവർ സെക്കൻഡ് പോയിന്റ്?
ഡ്രോ എ ബോർഡർ. ഓക്കെ, ഒരു ബോർഡർ വരയ്ക്കുക നല്ല ക്ലിയർ ആയിട്ട് സ്കെയിലൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, യു ജസ്റ്റ് നീഡ് ടു ഡ്രോ എ ക്ലിയർ ബോർഡർ. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ബോർഡർ വരയ്ക്കണം. ബിഗിൻ ഫ്രം എ ഫ്രഷ് പേജ്, ദെൻ ഡ്രോസ് എ ബോർഡർ. ഒരു ബോർഡർ എന്ത് ചെയ്യണം, നമ്മൾ വരയ്ക്കണം. ദെൻ അടുത്തത് എന്താ, ഡു നോട്ട് മേക്ക് so many mistakes or cutting. ഓക്കെ, എന്താ ജസ്റ്റ് ഇങ്ങനെ പേര് എഴുതി നെയിം, then just cut it, then again write name, then just cut it name, then likewise. ഇതുപോലെയുള്ള കുറേ തെറ്റുകൾ, ഇങ്ങനെയുള്ള വെട്ടും കുത്തും ഒന്നും എന്ത് ചെയ്യരുത്, ലെറ്ററിൽ മാക്സിമം യൂസ് ചെയ്യരുത്. ആ ലെറ്റർ നീഡ് ടു ബി ക്ലിയർ ആൻഡ് നീറ്റ്. ഓക്കെ, letter needs to be clear and neat. ഭയങ്കര ക്ലിയറും അതേപോലെ തന്നെ ഭയങ്കര നീറ്റും ആയിരിക്കണം. ആ ലെറ്റർ നീഡ് ടു ബി ക്ലിയർ ആൻഡ് നീറ്റ്. ഭയങ്കര ക്ലിയറും നീറ്റും ആയിരിക്കണം നമ്മുടെ ഓരോ ലെറ്റേഴ്സും. ഓക്കെ, ദീസ് ആർ ദ സം ഓഫ് ദ തിങ്സ് വി ക്യാൻ സേ. നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ, വാട്ട് ഹാപ്പൻ ടു ദ ഫോർമൽ ലെറ്റർ? ഫോർമൽ ലെറ്റർ needs to be short but complete idea. It's official. Okay, whereas informal letter are lengthy and large. It's friendly. ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ എപ്പോഴും എന്താണ്, ഇൻഫോർമൽ ലെറ്റർ എപ്പോഴും ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഇൻഫോർമൽ ലെറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈസ് ഇറ്റ് ഓക്കെ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതാണ് നമ്മളുടെ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ്. നോക്കിയേ, ഇനി അടുത്ത ലെറ്റർ നോക്കിയേ. നമ്മൾ ഫോർമൽ ലെറ്റർ നോക്കി, അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. എന്താണ് ഇൻഫോർമൽ ലെറ്റർ? ഓക്കെ, ഇൻഫോർമൽ ലെറ്ററിൽ എന്താ സംഭവിച്ചത് നോക്കിയേ. വാട്ട് ഓൾ തിങ്സ് ആർ ദർ ഇൻ ഇൻഫോർമൽ ലെറ്റർ? ഫസ്റ്റത്തെ സെക്ഷൻ എന്താ വന്നേ? അഡ്രസ് വിത്ത് പിൻകോഡ്, നമ്മളുടെ അഡ്രസ്. ഓക്കെ, യുവർ അഡ്രസ് നമ്മളിൽ കൊടുക്കണ്ട, ഇപ്പോൾ ആരാണ് എഴുതുന്നത് ആ ഒരു അഡ്രസ്. ഓക്കെ, ദ അഡ്രസ് വിത്ത് പിൻകോഡ്. ദെൻ അടുത്ത നോക്കിയേ, ഡേറ്റ്. ഓക്കെ, റൈറ്റ് ഡേറ്റ് ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ, എപ്പോഴാണോ ലെറ്റർ എഴുതുന്നത് ആ ഒരു ഡേറ്റ്. ദെൻ സല്യൂട്ടേഷൻ, ഡിയർ രാഹുൽ, മൈ ഡിയർ രാഹുൽ, ഡിയർ അനു, ഡിയർ മനു, ഡിയർ അഞ്ജു, ഡിയർ മഞ്ജു എന്നുകൊണ്ട് എന്ത് നമ്മൾ എന്താണോ എഴുതേണ്ടത് ഡിയർ രാഹുൽ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സല്യൂട്ടേഷൻ കൊടുക്കണം. ദെൻ ഐ ഹോപ്പ് മൈ ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്, യു വിൽ ബി ഗ്ലാഡ് ടു നോ. എന്താ, ഇതൊരു കോമൺ സെൻറ്റൻസ് ആണ്. നോക്കിയേ, ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്, നീ നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഐ ഹോപ്പ് മൈ ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്, യു വിൽ ബി ഗ്ലാഡ് ടു നോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഐ ഹോപ്പ് മൈ ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്, നീ സുഖമായിട്ടിരിക്കുന്നു, എല്ലാം ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു റൈറ്റ് അവർ ലെറ്റർ. This is where you write in detail in an informal or a personal tone. This part can have 3 paragraphs. കുറേ പാരഗ്രാഫ് ആവാം. നോക്കിയേ, പാര 1, you can write in a brief about the purpose of writing. ഞാൻ എന്താ ലെറ്റർ എഴുതാൻ കാരണം എന്നറിയോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ടൂർ പോയി, ഞാൻ ടൂർ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്, ഞങ്ങൾ ടൂർ പോയത് ഇന്ന എവിടേക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റൈറ്റ് ഇൻ എ ഡീറ്റെയിൽഡ് മാനർ. നമുക്ക് നല്ല ഡീറ്റെയിൽ മാനറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ദെൻ next one is para 2, you can write in detail about the purpose. ഞാൻ ഈ ലെറ്റർ എഴുതാൻ കാരണം, I have thought to write this letter because at the zoo I miss you. Okay, there was a friend with me but she's not my best friend, or he's not my best friend. At that time I remember about you, how we have enjoyed our last trip. At that time onwards I start to write, I plan to write a letter for you എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. Then conclusion. Okay, I think that it's too long that we have met. I am planning that we need to meet again soon എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അടുത്തത് എഴുതാനായിട്ട് പറ്റും. Okay, then with love yours affectionately, then Rishabh Shaundala.
ഋഷഭ് ശുക്ല. ഓക്കെ, എന്താ വിത്ത് ലവ് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞ് നെയിം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ, എന്താണ് ഇൻഫോർമൽ ലെറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി? വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഇൻഫോർമൽ ലെറ്റർ? ഇൻഫോർമൽ ലെറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ നോക്കിയേ? ഇൻ ഇൻഫോർമൽ ലെറ്റർ യു അഡ്രസ് വിത്ത് പിൻ കോഡ്. ഓക്കെ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. ഫ്രം അഡ്രസ്, ദെൻ നീഡ് ടു റൈറ്റ് ദ ഡേറ്റ്, ദെൻ ഡിയർ രാഹുൽ സംതിങ്, ഐ ഹോപ്പ് മൈ ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്, യു വിൽ ബി ഗ്ലാഡ് ടു നോ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ദിസ് ഇസ് വേർ യു റൈറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ആൻ ഇൻഫോർമൽ ലെറ്റർ. പാര 1, പാര 2, പാര 3. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്ററിനെ പറ്റി എഴുതാം. വിത്ത് ലവ് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് informal letter and this is our formal letter. ഇതാണ് എന്ത്? നമ്മളുടെ ഫോർമൽ ലെറ്റർ. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേടാ, ഒന്നുകൂടെ വേഗം ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ, വേഗം ശ്രദ്ധിച്ചേ. എന്താ നമ്മുടെ ഫോർമൽ ലെറ്റർ? ഓക്കെ, ഫോർമൽ ലെറ്ററിൽ എന്തായിരിക്കും? റിട്ടേൺ അഡ്രസ്. അത് ഇറ്റ് മീൻസ് ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, ദെൻ സല്യൂട്ടേഷൻ, സബ്ജക്ട്, ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ. Body of the letter need to be very short. Okay, short one. Why? Because it's a formal letter. Okay, body need to be very short. Nammada body endayirikkanam? The body need to be very short. Okay, then last a complimentary. Yours faithfully, yours obediently ennu varna signature and name. Okay, from address, then date, to address, then salutation, subject line. Then when it came into the case of informal letter, informal letter ന്റെ കാറ്റഗറിയിൽ വരുന്ന സമയത്ത്, informal letter ന്റെ സെക്ഷനിൽ വരുന്ന സമയത്ത് എന്താ നോക്കിയേ? യുവർ അഡ്രസ് വിത്ത് പിൻ കോഡ്, then write date, then dear Rahul, I hope my letter find you in good health, you will be glad to know. ഇതെന്താ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസാ. നോക്കിയേ, ഐ ഹോപ്പ് മൈ ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്. ഞാൻ വിചാരിക്കുന്നു നീ സുഖമായിട്ട് കഴിയണം, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഐ ഹോപ്പ് മൈ ലെറ്റർ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്, യു വിൽ ബി ഗ്ലാഡ് ടു നോ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് വേർ യു റൈറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ആൻ ഇൻഫോർമൽ ഓർ എ പേഴ്സണൽ ടോൺ. ദിസ് പാർട്ട് ഹാവ് 3 paragraphs. You can write in a brief, you can write in detail or a concluding line. ഓക്കെ, ഇതാണ് നമ്മളുടെ 2 ലെറ്റർ. ലെറ്ററിനെ പറ്റിയിട്ടൊക്കെ ഓക്കെ അല്ലേ? യെസ്, വേഗം ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേ. നമ്മുടെ വീഡിയോസൊക്കെ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും നേരം എടുത്ത കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെയാണ് എടുത്തേ? നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഹൗ ടു ആസ്ക് ഇൻ്റർവ്യൂ, ദെൻ നെക്സ്റ്റ് എന്താ പങ്ക്ച്വേഷൻ മാർക്ക്, അടുത്തത് എന്താ നോട്ടീസ്, അടുത്ത ടോപ്പിക് നോക്കിയ 4ാമത്തെ ടോപ്പിക് ഏതാ? 4ാമത്തെ ടോപ്പിക് നമ്മുടെ ലെറ്റർ. ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ വേഗം ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേടാ, വേഗം ലൈക്ക് ചെയ്തേ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് കുഞ്ഞു കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുക. ഓക്കെ, യെസ്, വേഗം എല്ലാവരും ലൈക്ക് ചെയ്തേ. ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതാണ് എന്താണ് നൗൺ. എന്താ നൗൺ എന്ന് പറഞ്ഞാൽ? നൗൺ, വാട്ട് യു മീൻ ബൈ നൗൺ? എന്താ നൗൺ എന്ന് പറഞ്ഞാൽ? എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. എന്താ നെയിമിംഗ് വേർഡ്? ഒന്നിന് പേര് കൊടുക്കുന്നതാണ്. നമ്മൾ ഏതിനെങ്കിലും ഒന്നിനെ ഒരു പേരായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൗൺ എന്ന് വിളിക്കുന്നത്. എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. ഓക്കെ, എ നൗൺ എന്ന് പറയുന്നത് എന്താണ്? നൗൺ എന്ന് പറയുന്നത് നമ്മുടെ നെയിമിംഗ് വേർഡാണ്. ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, അനിമൽ, തിങ്സ് ഓർ ഐഡിയ. ഒന്നില്ലെങ്കിൽ എന്താ പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, ഐഡിയ ആവാം, തിങ് ആവാം. ഏതിലാണ് വരുന്നത്? എല്ലാം വരുന്നത് ഏതിലാണ്? നൗണിലാണ്. ഓക്കെ, ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, അനിമൽ, തിങ് ഓർ ഐഡിയ. നൗൺ ഹെൽപ്സ് ടു ഐഡന്റിഫൈ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻ എ സെന്റൻസ്. ഈ ഒരു നൗൺ എന്താ പറയുക? ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, നോൺ ഹെൽപ്പ് us ടു ഐഡന്റിഫൈ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നത് ആരാ? നമ്മുടെ നൗണാണ്. ഓക്കെ, a noun is a naming word. It's the name of a person, place, animal, thing or idea. Noun help us to identify what we are talking about in a sentence. ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്? നമ്മുടെ നൗണാണ്. ഫോർ എക്സാമ്പിൾ, ബോയ്, സ്കൂൾ, ഡോഗ്, ബുക്ക്, ഹോണസ്റ്റി. ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? ഇതെല്ലാം നമ്മളുടെ നൗണിന് എക്സാമ്പിളാണ്. There are different type of nouns such as, നമ്മുടെ ചുറ്റും ഒരുപാട് ടൈപ്പ് ഓഫ് നൗൺ ആണ്.
proper noun. Then അടുത്തത് നോക്കിയേ common noun, then collective noun, then abstract noun and material noun. നോക്കിയേ എത്ര ടൈപ്പ് ഓഫ് noun ആണ് നമുക്ക് ചുറ്റുമുള്ളത് നോക്കിയേ. ഫസ്റ്റ് വൺ, വാട്ട്സ് ആ ഫസ്റ്റ് വൺ? പ്രോപ്പർ noun. നമ്മുടെ ഫസ്റ്റ് വൺ ആണ് ഏത്? പ്രോപ്പർ noun. സെക്കൻഡ് വൺ നോക്കിയേ, സെക്കൻഡ് വൺ ഈസ് അവ കോമൺ noun. പ്രോപ്പർ noun കിട്ടി, കോമൺ noun കിട്ടി. അടുത്ത് നോക്കിയേ കളക്റ്റീവ് noun. പ്രോപ്പർ noun, കോമൺ noun, കളക്റ്റീവ് noun. അടുത്തത് abstract noun. Proper noun, common noun, collective noun, abstract noun and last one എന്താ? material noun. material noun. എന്നിങ്ങനെ നമുക്ക് എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ് ഓഫ് nouns നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർ noun, common noun, collective noun and material noun. നോക്കിയേ എന്താണ് പ്രോപ്പർ noun? വാട്ട് യു മീൻ ബൈ പ്രോപ്പർ noun? നമുക്ക് എന്താ പ്രോപ്പർ noun? വാട്ട് യു മീൻ ബൈ പ്രോപ്പർ noun? പ്രോപ്പർ noun എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പ്രോപ്പർ noun എന്ന് പറഞ്ഞാൽ? നെയിം. എന്താ? നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്. എന്താ നെയിം? എൻ്റെ പേര് ജിഷ്ണു. എന്താ? ഇറ്റ്സ് എ പ്രോപ്പർ. എനിക്ക് മാത്രമല്ലല്ലോ. ദെൻ അടുത്ത് നോക്കിയേ കോമൺ noun. കോമൺ noun എന്ന് പറയുന്നത് എന്താ? ബോയ്, ഗേൾ, കൺട്രി. ഇതൊക്കെ എന്താ? ഇറ്റ്സ് കോമൺ. ഓക്കെ, പ്രോപ്പർ noun എന്ന് പറഞ്ഞാൽ ഫോർ സ്പെസിഫിക്. പ്രോപ്പർ noun എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? പ്രോപ്പർ noun ഈസ് ഫോർ സംതിങ് സ്പെസിഫിക്. സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യത്തിനെയാണ് നമ്മൾ ഏത് പറയുക? പ്രോപ്പർ noun എന്ന് പറയുക. അടുത്ത നോക്കിയേ കോമൺ noun. എന്താ കോമൺ noun എന്ന് പറഞ്ഞാൽ? ബോയ്, ഗേൾ, കൺട്രി. ബോയുടെയോ ഗേളിൻ്റെയോ കൺട്രിയുടെ ഒക്കെ പേര് പറയുന്നത് ഏതിലാണ്? ഇറ്റ് കെയിംസ് അണ്ടർ ദ ഹെഡ് കോമൺ noun. കോമൺ nounന്റെ ഹെഡിലാണ് ഏത് വരുന്നത്? ഈ പറയുന്ന ബോയ്, ഗേൾ, നെയിം ഓഫ് കൺട്രി, സംതിങ്, അതെല്ലാം വരുന്നത് കോമൺ noun ആണ്. ദെൻ കംസ് കളക്റ്റീവ് noun. എന്താ കളക്റ്റീവ് noun? ടീം, ഗ്രൂപ്പ്, എ ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ, എ സ്വാം ഓഫ് ഫിഷ്. എന്താ? ഒരു കൂട്ടം എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ഓക്കെ എന്താ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം. ദെൻ അബ്സ്ട്രാക്ട് noun. എന്താ അബ്സ്ട്രാക്ട് noun എന്ന് പറഞ്ഞാൽ? ലവ്, അഫെക്ഷൻ, കറേജ്. ഓക്കെ, ലവ് അല്ലെങ്കിൽ എന്താ? കറേജ്. ലവ്, കറേജ്, അഫെക്ഷൻ, അതെല്ലാം വരുന്നത് ഏതിലാണ്? അബ്സ്ട്രാക്ട് nounലാണ്. ഓക്കെ, ലവ്, കറേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഏതിലാണ്? നമ്മുടെ അബ്സ്ട്രാക്ട് nounലാണ്. ദെൻ മെറ്റീരിയൽ noun. എന്താ മെറ്റീരിയൽ noun എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ, തിങ്സ്, ഗോൾഡ്, ഗോൾഡ് അല്ലെങ്കിൽ എന്താ? വാട്ടർ. ഏതെങ്കിലും വസ്തുവോ മെറ്റീരിയലോ കാര്യങ്ങളോ എല്ലാം വരുന്ന ഏതാണ്? മെറ്റീരിയൽ noun. ഗോൾഡ്, വാട്ടർ, സിൽവർ, മെറ്റൽസ് എല്ലാം വരുന്ന ഏതാ? മെറ്റീരിയൽ noun ആണ്. സോ എത്ര ടൈപ്പ് ഓഫ് noun നമ്മൾ പഠിച്ചു? 5 ടൈപ്പ്. എന്താ noun എന്ന് പറഞ്ഞാൽ? ഓക്കെ, സോറി, എന്താ noun എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ എ noun? എന്താ noun എന്ന് പറഞ്ഞാൽ? noun ഈസ് എ നെയിമിംഗ് വേർഡ്. noun എന്ന് പറഞ്ഞാൽ എന്താ? noun ഈസ് എ നെയിമിംഗ് വേർഡ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എന്താ noun എന്ന് പറഞ്ഞാൽ? noun ഈസ് എ നെയിമിംഗ് വേർഡ്. noun എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡ് ആണ്. ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, അനിമൽസ്, തിങ്സ് ഓർ ഐഡിയ. ഏതിൻ്റെയൊക്കെയാണ് നോക്കിയേ? ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, അനിമൽ, തിങ്സ് ഓർ ഐഡിയ. ആളുകളുടെ, വ്യക്തികളുടെ, സാധനങ്ങളുടെ, വസ്തുക്കളുടെ എല്ലാത്തിൻ്റെയും പേര് ഏതാ? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പറയും എന്ത്? nouns. It's the name of a person, place, animals or things. Then nouns help us to identify what we are talking about in a sentence. ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നത് ആരാ? നമ്മളുടെ noun ആണ്. noun help us to identify what we are talking about in a sentence. ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ആരാണ്? noun ആണ്. ഫോർ എക്സാമ്പിൾ ബോയ്, സ്കൂൾ, ഡോഗ്, ബുക്ക്, ഹോണസ്റ്റി, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ നൗണിന് എക്സാമ്പിൾ ആണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് സച്ചസ്. ഒരുപാട് ടൈപ്പ് ഓഫ് നൗൺസ് ഉണ്ട്. ഏതൊക്കെയാ? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞ 5 ടൈപ്പ് ഉണ്ട്. പ്രോപ്പർ നൗൺ രവി, ഇന്ത്യ ഒരു പ്രോപ്പർ നെയിമാണ്. കോമൺ നൗൺ എന്താ? കോമൺ നൗൺ ബോയ്, സിറ്റി. ദെൻ കളക്റ്റീവ് നൗൺ ടീം, ഗ്രൂപ്പ്. ദെൻ അബ്സ്ട്രാക്ട് നൗൺ എന്താ? ലവ്, കറേജ്. മെറ്റീരിയൽ നൗൺ എന്താ? ഗോൾഡ്, വാട്ടർ. Noun plays an important role in a sentence because they act as a subject or object and helps to convey clear meaning. എന്താ നോക്കിയേ? noun plays an important role in a sentence. ഒരു സെന്റൻസിലെ നൗണിന് എന്തുണ്ട്? A noun is having an important role. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ആർക്കുണ്ട്? നൗണിനുണ്ട്. noun plays an important role in a sentence because they act as a subject or object.
ഒന്നില്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നൗൺ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ സെൻറ്റൻസ് ബിക്കോസ് ദേ ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ആൻ ഒബ്ജക്റ്റ്. ഒന്നില്ലെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. Okay, noun plays an important role in a sentence because they act as a subject or object or helps to convey clear meaning. അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു മീനിങ് കൺവേ ചെയ്യാനും കൂടെ ആര് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന നമ്മളുടെ ഏത് നൗൺസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, noun plays an important role in a sentence because they act as a subject or an object and helps to convey clear meaning. ഇനി നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പോകണം. നോക്കിയേ, എന്താ പ്രോപ്പർ നൗൺ? നെയിം ഓഫ് പർട്ടിക്കുലർ പീപ്പിൾ, പ്ലേസ് ഓർ എ തിങ്. പർട്ടിക്കുലർ ആയിട്ടുള്ള പീപ്പിൾ, പ്ലേസ് ഓർ തിങ്സ്, അതിൻ്റെ പേരാണ് എന്ത്? പ്രോപ്പർ നൗൺ. ഓക്കെ, നെയിം ഓഫ് പർട്ടിക്കുലർ പീപ്പിൾ, പ്ലേസ് ഓർ തിങ്സ്. പീപ്പിളോ പ്ലേസോ തിങ്സിൻ്റെ ആണോ പേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോപ്പർ നൗൺ. ദെൻ കോമൺ നൗൺ. എന്താ കോമൺ നൗൺ? ജനറൽ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ്. എന്താ കോമൺ നൗൺ? കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസ് ഓർ എ തിങ്. ഒന്നില്ലെങ്കിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ പ്ലേസസിൻ്റെ തിങ്സിൻ്റെ ഒക്കെ പേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമൺ നൗൺ എന്ന് വിളിക്കുക. പ്രോപ്പർ നൗൺ കിട്ടി, കോമൺ നൗൺ കിട്ടി. ഇനി അടുത്ത് നോക്കിയേ, കളക്റ്റീവ് നൗൺ. എന്താ കളക്റ്റീവ് നൗൺ? നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ. ഒരു കൂട്ടം, ഒരു കളക്ഷൻ, ഓക്കെ, ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ കളക്റ്റീവ് നൗൺസ്. ഓക്കെ, നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ. ദെൻ അബ്സ്ട്രാക്ട് നൗൺ. എന്താ അടുത്ത അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ? നെയിം ഓഫ് ക്വാളിറ്റീസ്, ഫീലിങ്സ് ഓർ ഐഡിയാസ്. എന്താ? ക്വാളിറ്റി ആവാം, ഫീലിങ്സ് ആവാം, ഐഡിയാസ് ആവാം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സ്ട്രാക്ട് നൗൺ. ദെൻ കംസ് മെറ്റീരിയൽ നൗൺ. ഓക്കെ, ഗോൾഡ്, വാട്ടർ, വുഡ്. നെയിം ഓഫ് സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽസ്. സബ്സ്റ്റൻസിൻ്റെ പേരോ മെറ്റീരിയൽസിൻ്റെ പേരോ എല്ലാം ഏതിലാണ് വരുന്നത്? മെറ്റീരിയൽ നൗൺ. ഓക്കെ, മെറ്റീരിയൽ നൗൺ എന്താ? നെയിം ഓഫ് സബ്സ്റ്റൻസസ് ഓർ മെറ്റീരിയൽ. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? ക്ലിയർ അല്ലടാ? ഇനി അടുത്തതാണ് എന്താ? ഈ പറയുന്ന നൗണൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്നറിയോ? നിങ്ങളുടെ സെൻറ്റൻസിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ ഫൈൻഡിങ് ദ എറേഴ്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓണം എക്സാമിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ, അതേപോലെ തന്നെ എന്താ സെൻറ്റൻസ് കറക്ഷൻ, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? വേഗം ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, അതേപോലെ തന്നെ കറക്ഷൻ കറക്റ്റ് ചെയ്യാനുള്ളത്, എറേഴ്സ് തന്നിട്ടത് കറക്റ്റ് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളത് ഓർത്തിട്ടുണ്ടോ? ഇല്ല, നമ്മളതിനെ എന്താക്കി വിട്ടു? സിമ്പിളാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വിട്ടു. ഓക്കെ, പക്ഷേ അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താ? നമ്മളുടെ പഠിക്കുന്നതിൻ്റെ ബാക്ക് എൻഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് എന്തറിയണം? ഈ പറയുന്ന ഗ്രാമർ ടോപ്പിക്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമർ ടോപ്പിക്കുകളെല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാവണം. മനസ്സിലായോ? ഇനി അടുത്തതാണ് ഡിറ്റർമിനേഴ്സ്. നോക്കിയേ, ഡിറ്റർമിനേഴ്സ്. എന്താ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനേഴ്സ് എന്താണ്? ഡിറ്റർമിനേഴ്സ് എന്താ? എന്താ ഡിറ്റർമിനേഴ്സ്? ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ to give more information about it. എന്താ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ. ഒരു നൗണിൻ്റെ മുന്നിലുള്ളതാണ് ആര്? ഡിറ്റർമിനേഴ്സ്. എന്താ? സ്കൂളിൻ്റെ മുന്നിൽ എന്തുണ്ടാവും? സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഹമ്പ് ഉണ്ടാവും, ശരിയല്ലേ? അതേപോലെ തന്നെ നൗണിൻ്റെ മുന്നിൽ ആരുണ്ടാവും? ഡിറ്റർമിനേഴ്സ് ഉണ്ടാവും. ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ. ഒരു നൗണിന് മുൻപിൽ ആരുണ്ടാവും? ഡിറ്റർമിനേഴ്സ് ഉണ്ടാവും. എന്തിനാ? ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എന്തിനാണ് ഹമ്പ് വയ്ക്കുന്നത്? സ്കൂളിൻ്റെ കുട്ടികൾ പെട്ടെന്ന് വന്നാൽ എന്താ? വണ്ടി ഒന്ന് സ്ലോ ആയി പോകണം, നല്ല സ്പീഡിൽ പോകരുത് എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എന്താ? ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതുള്ളത്? ഡിറ്റർമിനേഴ്സ് നൗണിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുന്നത്. ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. ആ ഒരു നൗണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഡിറ്റർമിനേഴ്സിൻ്റെ ഫ്രണ്ടിൽ നൗണിൻ്റെ ഫ്രണ്ടിൽ ആര് പോകുന്നത്? ഡിറ്റർമിനേഴ്സ് വെക്കുന്നത്. ദേ ടെൽ us which one, how many, how much or whose. എന്തിനാ നോക്കിയേ? ദേ ടെൽ us, അവരെന്തൊക്കെ പറയുന്നത്? ദേ ടെൽ us
വിച്ച് വൺ, ഹൗ മെനി, ഹൗ മച്ച് ഓർ ഹൂസ്. ഏതൊക്കെയാണ് പറയുന്നത് നോക്കിയേ. ഇവർ പറയുന്ന കാര്യം എന്താ? ദേ ടെൽ us വിച്ച് വൺ, ഏതാണ്. ദെൻ ഹൗ മെനി, എത്ര എണ്ണം. ദെൻ അടുത്ത് നോക്കിയേ ഹൗ മച്ച്. ദെൻ ഹൂസ്, ഏതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. ഈ ഡിറ്റർമിനേഴ്സ് മെയിനായിട്ട് സഹായിക്കുന്ന എന്തിനാ? ഡിറ്റർമിനേഴ്സ് ഹെൽപ്പ് us. ഓക്കെ, ദേ ടെൽ us വിച്ച് വൺ. ഓക്കെ, ഏതൊക്കെയാ? വിച്ച് വൺ, ദെൻ ഹൗ മെനി, ദെൻ ഹൗ മച്ച്, ഹൂസ്. ഓക്കെ, ദേ ടെൽ us വിച്ച് വൺ, ഹൗ മെനി, ഹൗ മച്ച് ഓർ ഹൂസ്. ഇത്രയും കാര്യങ്ങൾ ആര് പറഞ്ഞു തരുന്നു? നമ്മുടെ ഡിറ്റർമിനേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നു. ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് എത്ര ടൈപ്പാണ് നോക്കിയേ. ആർട്ടിക്കിൾസ്, ഡെമോൺസ്ട്രേറ്റീവ്സ്, പൊസസീവ്, ദെൻ ക്വാണ്ടിഫയേഴ്സ്. ഓക്കെ, ഇനിയുണ്ട്. എന്താ ആർട്ടിക്കിൾസ്? എന്താ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾസ് നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു ആർട്ടിക്കിൾ പഠിക്കുന്നുണ്ട്. അതെന്ത് ആർട്ടിക്കിളാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആർട്ടിക്കിൾ. നമ്മുടെ NMMS ക്ലാസ്സിനെ കുറേ സെക്ഷനിൽ കുട്ടികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അതെന്താ? അത് ഹിസ്റ്ററി നമ്മുടെ പൊളിറ്റിക്സിലുള്ളതാണ്. ഇവിടെ എന്താ ഈ പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? യൂസ് ടു ഷോ ജനറൽ ഓർ എ സ്പെസിഫിക് റെഫറൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? 3 റെഫറൻസേ ഉള്ളൂ. ഏതൊക്കെയാ നോക്കിയേ. ദ റെഫറൻസ് ആർ എ ആൻഡ് ദ. ഒന്നില്ലെങ്കിൽ എ ആയിരിക്കും, അല്ലെങ്കിൽ ആൻ ആയിരിക്കും, അല്ലെങ്കിൽ ദ ആയിരിക്കും. ഈ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. എന്താ? യൂസ് ടു ഷോ ജനറൽ ഓർ എ സ്പെസിഫിക് റെഫറൻസ്. ഒന്നില്ലെങ്കിൽ ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റെഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ യൂസിങ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ഫോർ ഷോയിങ് സം സ്പെഷ്യൽ റെഫറൻസ് ഓർ ജനറൽ റെഫറൻസ്. ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റെഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. എ ആൻഡ് ദ, എ ബുക്ക്, ആൻ ആപ്പിൾ. നമ്മൾ സിമ്പിളായിട്ട് എന്ത് പഠിക്കാൻ പറ്റും? എപ്പോഴാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്? എ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എ ഈസ് യൂസ്ഡ് വിത്ത് കോൺസണൻസ് സൗണ്ട്. കോൺസണന്റ് അല്ല, കോൺസണന്റ് സൗണ്ട്സ് ആണ്. ആൻ ആണെങ്കിലോ? ആൻ ഈസ് യൂസ്ഡ് വിത്ത് വൗവൽ സൗണ്ട്സ്. എന്താ വൗവൽ സൗണ്ട്സ്? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, ഏതൊക്കെയാ നോക്കിയേ. എ, ഇ, ഐ, ഒ, യു സൗണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ദ. ദ ആണെങ്കിൽ സ്പെസിഫിക്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ ടീച്ചർ ഈസ് ടേക്കിംഗ് ഇംഗ്ലീഷ് ക്ലാസ്. ദ സ്റ്റുഡൻസ് ആർ ലിസണിങ്. എന്തോ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, നോക്കിയ ആർട്ടിക്കിൾസ്. എന്തിനാ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്? ആർട്ടിക്കിൾസ് യൂസ് ടു ഷോ ജനറൽ ഓർ എ സ്പെസിഫിക് റെഫറൻസ്. ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആർട്ടിക്കിൾസ് ആർ യൂസ് ടു ഷോ സ്പെസിഫിക് ഓർ ജനറൽ റെഫറൻസ്. ഒന്നില്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള അതല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള റെഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് എ ആൻഡ് ദ. എ ബുക്ക്, ആൻ ആപ്പിൾ, ദ സൺ. ഓക്കെ, എ എപ്പോഴാ? വിത്ത് കോൺസണൻസ്. ദെൻ ആൻ ആണെങ്കിൽ വൗവൽസ്, എ, ഇ, ഐ, ഒ, യു. ദെൻ ദ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ദ ഫോർ സം സ്പെസിഫിക് തിങ്സ്. സ്പെസിഫിക് തിങ്സിൻ്റെ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത നോക്കിയേ, ഡെമോൺസ്ട്രേറ്റീവ്. ആ ഒരു ടേമിൽ തന്നെയുണ്ട്. എന്താ ഡെമോൺസ്ട്രേറ്റീവ്? എന്താ ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഡെമോൺസ്ട്രേറ്റീവ് എന്താ? ഡെമോൺസ്ട്രേറ്റീവ് എന്തെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് എന്താ? ഡെമോൺസ്ട്രേറ്റ് പറയാൻ വേണ്ടിയിട്ട്, നമുക്കൊരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താ ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ? യൂസ് ടു പോയിന്റ് ഔട്ട് ദ നൗൺസ്. എന്താ? കാണിക്കാൻ വേണ്ടിയിട്ട്. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട്? ദിസ്. എന്താ? ദിസ്. നോക്കിയേ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. നോക്കിയേ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ്
ഡെമോൺസ്ട്രേറ്റീവ് നൗൺസ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഷോ സം ഡെമോൺസ്ട്രേഷൻസ്, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് നൗൺസ് യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, പൊസസീവ്. എന്താ പൊസസീവ് ഡിറ്റർമിനൻസ്? എന്താ പൊസസീവ്? ടു ഷോ പൊസഷൻ. എന്താ പൊസഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ, അവളുടെ, ഹിസ്, ഹെർ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? പൊസഷൻ കിട്ടും. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൊസസീവ് ഡിറ്റർമിനേഴ്സ്. നോക്കിയേ, മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദയർ ഷോസ് ഓണർഷിപ്പ്. എന്ത്? ആര്, ആരുടെ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പൊസസീവ് ഡിറ്റർമിനേഴ്സ്. എന്താ പൊസസീവ് ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ? പൊസസീവ് ഡിറ്റർമിനേഴ്സ് ആർ യൂസ് ടു ഷോ പൊസഷൻ. നമുക്കൊരു പൊസഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? പൊസസീവ് ഡിറ്റർമിനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷോസ് ഓണർഷിപ്പ്. എന്താ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഹൂ, ഹൂസ്, ആര്, ആരുടെ എന്നിങ്ങനെയുള്ളൊരു കാര്യമാണ് ഏതിൽ വരുന്നത്? പൊസസീവ് ഡിറ്റർമിനേഴ്സിൽ വരുന്നത്. ഓക്കെ, നോക്കിയേ, മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദയേഴ്സ്. മൈ ബാഗ്, നോക്കിയേ, മൈ ബാഗ്, ഹെർ ഡ്രസ്, ഇതെല്ലാം ഏതിലാണ് വരുന്നത്? പൊസസീവ് ഡിറ്റർമിനേഴ്സിലാണ് വരുന്നത്. ദെൻ അടുത്ത് നോക്കിയേ, ക്വാണ്ടിഫയർ. എന്താ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിഫയേഴ്സ് എന്താ? ക്വാണ്ടിഫയേഴ്സ്, ക്വാണ്ടിഫയേഴ്സ് ഷോ ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ആര്? ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, സം, എനി, മച്ച്, മെനി, ഫ്യൂ, ലിറ്റിൽ, സെവറൽ, ഓൾ, മെനി. ഓക്കെ, ഇതെല്ലാം എന്താ? ഈ പറയുന്ന ക്വാണ്ടിഫയേഴ്സ് ആണ്. ക്വാണ്ടിഫയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ക്വാണ്ടിഫയേഴ്സ് ആർ യൂസ് ടു ഷോ ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. ഒന്നില്ലെങ്കിൽ ക്വാണ്ടിറ്റി കാണിക്കാൻ, അതല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ക്വാണ്ടിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, സം, എനി, മച്ച്, മെനി, ഫ്യൂ, ലിറ്റിൽ, സെവറൽ, ഓൾ, മെനി സ്റ്റുഡൻസ്, സം വാട്ടർ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാണ്ടിഫയേഴ്സ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്പേഴ്സ്, ന്യൂമറൽസ്. എന്താ ന്യൂമറൽസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? നോക്കിയേ, 1, 2, 3, ഫസ്റ്റ്, സെക്കൻഡ്, ഇതെല്ലാം എന്താ? നമ്പേഴ്സ്. ഷോ എക്സാക്ട് നമ്പർ ഓർ ഓർഡർ. എക്സാക്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്, എക്സാക്ട് എത്ര ഓർഡർ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഏത്? നമ്മളുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറൽസ്. എന്താ ന്യൂമറൽസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഷോ എക്സാക്ട് നമ്പർ ഓർ ഓർഡർ. എക്സാക്ട്ലി എത്ര നമ്പേഴ്സ് ഉണ്ട്, എക്സാക്ട്ലി എത്ര ഓർഡേഴ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ആര്? നമ്മുടെ നമ്പേഴ്സ്. ദെൻ അടുത്ത നോക്കിയേ, ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ്. എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? റെഫേഴ്സ് ടു മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽസ്. എന്താ? എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് റെഫേഴ്സ് ടു മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽസ്. ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, അതിനെയാണ് എന്ത് മീൻ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ്. അതിനെയാണ് എന്ത് മീൻ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ്. ഓക്കെ, എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ്? ഈച്ച്, എവരി, എയ്തർ, നെയ്തർ. ഏതൊക്കെയാ നോക്കിയേ? ഈച്ച്, എവരി, എയ്തർ, നെയ്തർ. ഈച്ച്, എവരി, എയ്തർ, നെയ്തർ ഏത് സെക്ഷനിലാണ് വരുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സിലാണ് വരുന്നത്. ദെൻ കംസ് ഇൻട്രോഗേറ്റീവ് ഡിറ്റർമിനേഴ്സ്. എന്താണ് ഇൻട്രോഗേറ്റീവ് ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻട്രോഗേറ്റീവ് ഡിറ്റർമിനേഴ്സ് യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്താ നോക്കിയേ? ഇൻട്രോഗേറ്റീവ് ഡിറ്റർമിനേഴ്സ് ആർ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. വിച്ച്, വാട്ട്, ഹൂസ്. ഓക്കെ, ഇൻട്രോഗേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം ചോദിക്കാനുള്ളതാണ് ഇൻട്രോഗേറ്റീവ്. എന്താ ഇൻട്രോഗേറ്റീവ് ആർ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. Then relative determiners. എന്താ relative determiners? Who, whose, which. എന്താ? റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. It is used to show relation. Relative determiners. എന്താ relative determiners എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? Introduce relative clauses. Whose, which, ആരുടെ, ഏത് എന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് ഡിറ്റർമിനേഴ്സ്. എന്താ റിലേറ്റീവ് ഡിറ്റർമിനേഴ്സ്? Introduce relative clauses whose or which. The boy whose bag is lost. ആരുടെ ബാഗാണോ ലോസ്റ്റ് ആയത് ആ ഒരു ബാഗ്. ഓക്കെ, വൺസ് അഗെയിൻ എന്താ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്.
ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നൗണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഏത് ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് ആർ ഓൾവേസ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ. ഒരു നൗണിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഡിറ്റർമിനേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ, ദെൻ ഡെമോൺസ്ട്രേറ്റീവ്, ദെൻ പൊസസീവ്, ദെൻ ക്വാണ്ടിഫയേഴ്സ്, ദെൻ നമ്പേഴ്സ്, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഇൻട്രോഗേറ്റീവ് ആൻഡ് റിലേറ്റീവ് ഡിറ്റർമിനേഴ്സ്. എന്താ ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ. ദെൻ ഡെമോൺസ്ട്രേറ്റീവ്, എന്താ ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ദെൻ പൊസസീവ് ഡിറ്റർമിനേഴ്സ്, എന്താ പൊസസീവ് ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, theirs. ദെൻ ക്വാണ്ടിഫയേഴ്സ്, എന്താ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫയേഴ്സ് സം, എനി, മച്ച്, മെനി, ഫ്യൂ, ലിറ്റിൽ, സെവറൽ, ഇതെല്ലാം ഏതാണ്? ക്വാണ്ടിഫയേഴ്സ് ആണ്. ദെൻ അടുത്ത് നോക്കിയേ നമ്പേഴ്സ്, എക്സാക്ട് നമ്പേഴ്സ് 1, 2, ഫസ്റ്റ്, സെക്കൻഡ്. Then distributive determiners refers to the member of a group, each, every, either, neither. Then last one in the last second one interrogative determiners. എന്താ interrogative determiners എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? interrogative determiners which, what, whose. Then relative determiners, എന്താ relative determiners? whose and which. ഇതാണ് നമ്മളുടെ determiners. നോക്കിയേ I have dash umbrella. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ I have dash umbrella. വേഗം ആൻസർ പറഞ്ഞേ I have dash umbrella. Then dash students are absent today. നോക്കിയേ I have dash umbrella. എന്താ നോക്കിയേ I have dash umbrella. Dash students are absent today. She drank dash water after the match. The dash book is your dash, this one or that one. There isn't dash milk left in the fridge. He didn't make dash mistake in the test. Dash child must obey the rules. She has dash friends in the new school. Dash of the two roads lead to the village. We bought dash apple from the market. വേഗം ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേടാ. വേഗം ആൻസേഴ്സ് ഒക്കെ ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. I have dash umbrella. എന്താ വരിക നോക്കിയേ I have dash umbrella. എന്താ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? I have dash umbrella. I have an umbrella. Dash students are absent today. എന്താ dash students are absent today. എന്താ വേഗം ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. Dash students are absent today. എന്താ വരിക? Some students. Then she drank dash water after the match. എന്താ she drank dash water. അവൾ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കുടിച്ചു. എന്താ കുറച്ച്? Some water. She drank some water. Okay, she drank some water after the match. Then dash book is yours. എന്താ which book is yours? This one or that one? Okay, which book is yours? അത്രേ ഉള്ളൂ. This one or that one. Then there isn't dash milk left in the fridge. There isn't എന്താ there isn't എന്താ വരിക നോക്കിയേ there isn't dash milk left in the fridge. There isn't any milk left in the fridge. He didn't make dash mistake in the test. He didn't make any mistake in the test. Then dash child must obey the rules. എന്താ dash child must obey the rules. എന്താ വരിക dash child every child. Okay, every child. She has dash friends in the new school. She has some friends. Dash of the two roads lead to the village. എന്താ dash of the two routes lead to the village. എന്താ either of the two roads lead to the village. We bought dash apples from the market. എന്താ we bought dash apples from the market. We bought some apples. We bought some apples from the market. Clear ആയോ? നോക്കിയേ I have dash umbrella. എന്താ I have an umbrella. Some students are absent today. Some students. She drank some water after the match. Which book is yours? There isn't any milk left in the fridge. She didn't make any mistake in the test. Every child must obey the rules. She has some friends in the new school. Either of the two roads lead to the village. We bought some apples from the market. Is it okay? Then അടുത്തത് there are much or many stars in the sky. എന്താ there are much or എന്താ വരിക there are much or many stars in the sky. There are എന്താ വരിക there are
many stars in the sky. ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ. There are many stars in the sky. Then she has dash patience with noise. She has എന്താ little patience with noise. She has എന്താ she has little patience with noise. I didn't receive dash reply. I didn't receive some reply ആണോ? അല്ല. I didn't receive any reply. എന്താ I didn't receive any reply. എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയില്ല. This is my pen. എന്താ വരിക? This is my pen. This is my pen. Each or every student was given a certificate. എന്താ each student. എന്താ വരിക? Each student was given a certificate. Okay. Each student has given certificate. Identify the determiners in each sentence. എന്താ അടുത്ത സെൻറ്റൻസിലെ ഡിറ്റർമിനേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താ മൈ ബ്രദർ ഹാസ് 2 bicycle. വേഗം കമൻറ്റ് ചെയ്തേടാ. മൈ ബ്രദർ ഹാസ് 2 bicycles. വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. മൈ ബ്രദർ ഹാസ് 2 bicycle. യെസ്, കമൻറ്റ് കിട്ടിയോ? എന്താ മൈ ബ്രദർ ഹാസ് 2 bicycle. ഇതിൽ 2 ഡിറ്റർമിനേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ 2 ഡിറ്റർമിനേഴ്സ്? ഒരെണ്ണം മൈ ആണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഒരു ഡിറ്റർമിനേഴ്സ് കൂടെ ഉണ്ട്. എന്താ അടുത്ത ഡിറ്റർമിനർ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 ഡിറ്റർമിനേഴ്സ് ഉണ്ട്. നോക്കിയേ, നമ്മൾ എന്താ ഡിറ്റർമിനേഴ്സിൽ പഠിച്ചത്? നമ്പർ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതിൽ ഏതാ അടുത്ത ഡിറ്റർമിനർ എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഡിറ്റർമിനർ മൈ. രണ്ടാമത്തെ ഡിറ്റർമിനർ എന്താ? 2. ഓക്കെ അല്ലേ? 2 ഡിറ്റർമിനേഴ്സ് നമ്മുടെ അതിലുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസ്. ദീസ് ഫ്ലവേഴ്സ് ആർ വെരി ബ്യൂട്ടിഫുൾ. എന്താ നമ്മുടെ ഡിറ്റർമിനേഴ്സ്? ദീസ് ഫ്ലവേഴ്സ്. എന്താ നമ്മുടെ ആൻസർ? ദീസ് ഫ്ലവേഴ്സ്. ദെൻ സം പീപ്പിൾ പ്രിഫർ ടീ ടു കോഫി. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? വേഗം ആൻസർ പറഞ്ഞേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സം പീപ്പിൾ പ്രിഫർ ടീ ടു കോഫി. സം ആണ് നമ്മുടെ ഡിറ്റർമിനർ. ദ ടീച്ചർ പ്രൈസ്ഡ് എവറി ചൈൽഡ്. എന്താ? ദ ടീച്ചർ പ്രൈസ്ഡ് എവറി ചൈൽഡ്. ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ എന്താ? ദ ടീച്ചർ പ്രൈസ്ഡ് എവറി ചൈൽഡ്. വേഗം ആൻസർ പറഞ്ഞേ. ദ ടീച്ചർ പ്രൈസ്ഡ് എവറി ചൈൽഡ്. എവരി ആണ് നമ്മുടെ ആൻസർ. ദ ടീച്ചർ പ്രൈസ്ഡ് എവറി ചൈൽഡ്. ഓക്കെ. ദെൻ അടുത്ത് നോക്കിയേ. ഹൂസ് ബാഗ് ഈസ് ദിസ്. എന്താ? ഹൂസ് എന്നാണ് എന്ത് നമ്മുടെ അടുത്ത ആൻസർ. ഹൂസ് ബാഗ് ഈസ് ദിസ്. ഏതാ നമ്മുടെ അടുത്ത ഡിറ്റർമിനർ? ഹൂസ്. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങൾ ആൻസർ മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം കമൻറ്റ് ചെയ്തേ. ബാക്കിയുള്ള കമൻറ്റ് കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തേ. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഡിറ്റർമിനേഴ്സ്. ദർ ആർ എന്താ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ. ദർ ആർ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ. ഷീ ഹാസ് ലിറ്റിൽ പേഷ്യൻസ് വിത്ത് നോയ്സ്. ദെൻ അടുത്ത് നോക്കിയേ. ഐ ഡിഡ്ന്റ് റിസീവ് എനി റിപ്ലൈ. ദെൻ അടുത്ത് നോക്കിയേ. ദിസ് ഈസ് മൈ പെൻ. Then each student was given a certificate. Then നോക്കിയേ. Identify the determiners in each sentence. My brother has 2 bicycle. എന്താ നോക്കിയേ? My brother and 2. These flowers are very beautiful. These. Some people prefer tea to coffee. Then അടുത്ത് നോക്കിയേ. This teachers praised every child. Whose bag is this? Whose ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? Is it clear? Is it clear? Then അടുത്തതാണ് നമ്മുടെ ടൈപ്പോ സെൻറ്റൻസ്. എന്താ ടൈപ്പോ സെൻറ്റൻസ്? എന്താ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സെൻറ്റൻസ്? എന്താ നമ്മുടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സെൻറ്റൻസ്? ഓക്കെ, എന്താ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? സെൻറ്റൻസ് മീൻസ് സം വേർഡ്സ് ആർ ബീൻ പ്ലേസ്ഡ്. കുറേ വേർഡ്സ് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുള്ളതാണ് എന്ത് നമ്മുടെ സെൻറ്റൻസ്. അതെങ്ങനെയാണ് ശരിക്കുള്ളൊരു സെൻറ്റൻസ് ആവുക? എ മീനിങ് ഫുൾ വേർഡ്. എന്താ? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ അവിടെ എന്ത് ചെയ്യണം? അത് എക്സ്പ്രസ് ചെയ്യണം. ഇറ്റ് നീഡ് ടു എക്സ്പ്രസ് എ മീനിങ് ഫുൾ വേർഡ്. ഓക്കെ, എന്താ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡ് അത് എക്സ്പ്രസ് ചെയ്യണം. മേക്സ്. ഓക്കെ, അതിൽ എത്ര ടൈപ്പ് ഉണ്ട് നോക്കിയേ. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, എന്താ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്? ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് in the declarative sentence, make a statement or give information, ends with a full stop. എന്താ നോക്കിയേ? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സെൻറ്റൻസിനെയാണ് ഏത് വിളിക്കുന്നത്? നമ്മുടെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്.
അതേപോലെ തന്നെ എന്താ മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ഗീവ് ഇൻഫർമേഷൻ എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. അത് അവസാനിക്കുന്നത് എങ്ങനെയാ? ഒരു ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. അതേപോലെ തന്നെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഷീ ഈസ് സ്റ്റഡിങ് ഫോർ എക്സാം. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് എന്ത്? അസർട്ടീവ് സെന്റൻസ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ എന്താ? ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ്. ദെൻ അടുത്ത് നോക്കിയേ, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. എന്താ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? ആസ്ക് ക്വസ്റ്റ്യൻസ് എൻഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. എന്താ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്? ചോദ്യം ചോദിക്കുന്നത് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? ഗീവ്സ് ആൻ ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ് ഓർ ആൻ ഇൻസ്ട്രക്ഷൻ. ഒന്നില്ലെങ്കിൽ ഓർഡർ കൊടുക്കും, റിക്വസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കും. അതാണ് എന്ത്? നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഗീവ്സ് either an idea, order or request. Okay. Declarative sentence, interrogative sentence, then imperative sentence. അടുത്തത് നോക്കിയേ, അടുത്തതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്താ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എക്സ്പ്രസ് സ്ട്രോങ് ഫീലിംഗ് സച്ച് as joy, surprise or anger ends with an exclamation mark. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എപ്പോഴും അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ends with an exclamation. ഭയങ്കര ആശ്ചര്യമാണ്, സർപ്രൈസ്ഡ്. Okay, expresses a strong feeling such as joy, surprise or anger. ഒന്നില്ലെങ്കിൽ joy, അല്ലെങ്കിൽ surprise, അല്ലെങ്കിൽ anger. It ends with a exclamation mark. ഒരു exclamation മാർക്കിലാണ് exclamatory sentence സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഗ്രാമർ സെക്ഷനും അതേപോലെ തന്നെ ലെറ്റർ, ഡയറി കാര്യങ്ങളെല്ലാം ചോദിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നമ്മളുടെ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ 5 ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട്. നോക്കിയേ, ടോക്കിംഗ് ഓഫ് സയൻസ് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ സമ്മർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ? യു ജസ്റ്റ് നീഡ് ടു റീഡ് ദ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ ആണ് കറക്റ്റായിട്ട് വായിക്കേണ്ടത്. നോക്കിയേ, the passage is an interview with Dr. Ajit Parameswaran who explained what scientists do and why science is important. നമ്മുടെ ആ ഒരു ചാപ്റ്റർ എന്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സയൻസ് ചെയ്യുന്നത് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ആ ഒരു കാര്യമാണ് പറയുന്നത്. He says that scientists create knowledge while most people use knowledge in their daily life. എന്താ നോക്കിയേ, he says that scientists create knowledge. സയൻറ്റിസ്റ്റ് ആണ് ശരിക്കും നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ നോളജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഹിസ് ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ബിഗാൻ ഇൻ ചൈൽഡ്ഹുഡ് ആഫ്റ്റർ റീഡിങ് എ മലയാളം ബുക്ക് ദാറ്റ് എക്സ്പ്ലെയിൻ നാച്ചുറൽ ഫിനോമിന ആൻഡ് സ്പാർക്കിൾഡ് ഹിസ് ക്യൂരിയോസിറ്റി. നമ്മുടെ സയൻറ്റിസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്താ മലയാളത്തിലൊരു ആർട്ടിക്കിൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം മലയാളം ബുക്ക് വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഹി ജസ്റ്റ് ബിഗൻ വാട്ട് ഐ ഷുഡ് ലേൺ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്തത്. Ajit points out that many important questions are still unanswered, such as the cause of human-animal conflict, extreme weather event and disease outbreak. അതേപോലെ തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞു, നമ്മൾ ഇത്രത്തോളം സയൻസ് ഡെവലപ്പ് ആയെങ്കിലും there are still so many question mark. ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഒരുപാട് കാര്യത്തിന് നമുക്ക് ഇപ്പോഴും ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. He stressed that curiosity is the heart of science and that good scientists retain a childlike curiosity and admit their ignorance while building an existing knowledge. അതേപോലെ തന്നെ ക്യൂരിയോസിറ്റി ആണ് സയൻറ്റിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ കാര്യവും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ക്യൂരിയോസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. According to him, a good scientist must ask the right question, conduct a careful experiments and research unbiased conclusion. അദ്ദേഹം പറയുന്നത് എന്താ? ഒരു സയൻറ്റിസ്റ്റ് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള കൺക്ലൂഷൻസ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വേണം എല്ലാം ചെയ്യാൻ. He believes that anyone can become a scientist with interest, passion and hard work. His message to youngsters is to follow their interests seriously and work hard as there is a place for everyone in science. എന്താ പറയുന്നത് നോക്കിയേ, okay, what happened? He is telling that എന്താ നമ്മുടെ സയൻറ്റിസ്റ്റ് പറയുന്നത് നോക്കിയേ, ഹിസ് മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ് ഈസ് ടു ഫോളോ ദർ ഇൻട്രസ്റ്റ് സീരിയസ്ലി. അവരവർക്ക് അവരവരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഫോളോ ചെയ്യണം.
His message to the youngster is to follow the interest seriously and work hard as there is a place for everyone in science. കാരണം എന്താ, എല്ലാവർക്കും സയൻസിൽ ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട്, നല്ലൊരു വാക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻ, ഹൗ ഹി സ്റ്റോപ്സ്, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കിയേ. ഹിസ് മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ് ഈസ് ടു ഫോളോ ദർ ഇൻട്രസ്റ്റ് സീരിയസ്ലി ആൻഡ് വർക്ക് ഹാർഡ്. നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്യണം. ആസ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവരി വൺ ഇൻ സയൻസ്. കാരണം എന്താ, സയൻസിൽ എല്ലാവർക്കും ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ യു നീഡ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളോടും കൂടെയാണ്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തൊരു പ്ലസ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യു നീഡ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ നോക്കിയേ, ഇവിടെ നമ്മുടെ റൈറ്ററിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹിയർ വി ആർ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ റൈറ്റർ. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ റൈറ്ററിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം, ദ റൈറ്റർ ഡോക്ടർ അജിത് പരമേശ്വരൻ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ വില്ലേജ് ഇൻ മലപ്പുറം, കേരള. ഹിസ് ലവ് ഫോർ ലേണിംഗ് വാസ് nurtured by the teachers in his local school and the book in his local library. He has won 2020 TWAS CAS Young Scientist Award for Frontier Science. He is now an astrophysicist at an international center for theoretical science in Bengaluru. Okay. ഇങ്ങനെ ഒരു റൈറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ള കാരണം എന്താ, നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ? പ്രൊഫൈൽ റൈറ്റിംഗ്. എന്താ ഈ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു റൈറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ, ചിലപ്പോൾ റൈറ്റർ ആയിരിക്കാം, ഫിലിം സ്റ്റാർസ് ആയിരിക്കാം, ആക്ട്രസ് ആയിരിക്കാം, പൊളിറ്റീഷ്യൻ ആയിരിക്കാം, ചിലപ്പോൾ എന്താ നിങ്ങളുടെ ഒരു ടീച്ചറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കാം തന്നിട്ടുണ്ടാവുക. എന്നിട്ട് എങ്ങനെയായിരിക്കും തരുന്നുണ്ടാവുക? നമുക്ക് തരുന്നത് നെയിം, ബർത്ത്, ഡെത്ത്, പ്ലേസ്, ഫേമസ് ബുക്സ്, വർക്ക്സ്, മെസ്സേജ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. ഇതാണ് എന്ത്, പ്രൊഫൈൽ റൈറ്റിംഗ്. ഈ തന്നിട്ടുള്ള ഡാറ്റാസ്, ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് ഇറ്റ്. നമ്മൾ അതിന് എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുക. പ്രൊഫൈൽ റൈറ്റിംഗ് എന്താ, നമ്മുടെ എക്സാംസിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത, കാരണം എന്താ, നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. കാരണം എന്താ, we just need to write it in a neat manner. My name അല്ല, the writer. Okay, just start ചെയ്യുക. എന്താ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ബോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കാര്യങ്ങളെല്ലാം എഴുതിയാൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഹെഡിങ്ങിൻ്റെ മുകളിലായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും, ഡോക്ടർ അജിത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിം കാര്യങ്ങൾ കൊടുക്കാനും കൂടെ പറ്റും. അത് അങ്ങനെ ചെയ്യുന്നത് എന്താണ്, നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനിയും എന്തുണ്ട്, നമുക്ക് 1-2 ചാപ്റ്റർ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ക്ലാസ് ക്യാരക്ടർ സ്കെച്ച് വരുമോ, ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം ചാൻസ് ഉള്ളതാണ് ഡോക്ടർ അജിത്തിൻ്റെ വരാം, അതല്ല എങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ ഏതാ, നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ നമ്മുടെ താങ്ക് യു മാം. ഈ താങ്ക് യു മാമിൻ്റെയൊക്കെ ക്യാരക്ടർ സ്കെച്ച്, താങ്ക് യു മാമിൻ്റെ ആ ഒരു ബോയുടെ ക്യാരക്ടർ സ്കെച്ച്, ബോയ്സ് ക്യാരക്ടർ സ്കെച്ച്. എന്താ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യാലിറ്റി, നമ്മൾ നെയിം എഴുതണം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഇൻ ദ ചാപ്റ്റർ. എന്താ ചാപ്റ്റർ അല്ല, ആ ഒരു ഇമ്പോർട്ടൻസ് ഇൻ ദ ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ റോൾ, ആ ഒരു ചാപ്റ്ററിൻ്റെ റോൾ, ഹിസ് നേച്ചർ, അദ്ദേഹത്തിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്രിസിയേഷൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് എന്താ, കുറവാണ്. കാരണം എന്താ, നിങ്ങൾക്ക് സ്റ്റാൻസ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, എന്താ ചാൻസ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന പോയം, 2 പോയത്തിലെ ഏതെങ്കിലും കുറച്ച് ലൈൻസ് തന്നിട്ട് from which chapter these lines are being taken, who is the writer, why is they being conveyed like that എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം,
ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ വായിക്കണം. അതേപോലെ തന്നെ എന്താ ഈ ഒരു മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിലിടും. ഈ ഒരു മെറ്റീരിയലും എന്ത് ചെയ്യുക, യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു നീഡ് ടു റീഡ് ദ എന്താ ടെക്സ്റ്റ് ബുക്ക്. ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം. ചാപ്റ്റർ വായിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ ക്ലാസ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നാളെ എക്സാം കാര്യങ്ങളായിരിക്കും, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, വീഡിയോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ തിങ്ക് ദാറ്റ് യു ഓൾ ആർ ക്ലിയർ വിത്ത് ഇറ്റ് അല്ലേ. സോ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. നാളെ അടിപൊളിയായിട്ട് എക്സാം എഴുതുക, ഭയങ്കര നീറ്റായിട്ട് എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ബോക്സ്, അതായത് ലെറ്റർ, ഡയറി, അതുപോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിംഗ്, നോട്ടീസ് അതൊക്കെ എഴുതുന്ന സമയത്ത് ഒരു ബോക്സ് ഒക്കെ വരച്ച് നല്ല നീറ്റായിട്ട് അലോങ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ എപ്പോഴും എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയില്ല എങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൂടെ എഴുതുക. സോ താങ്ക് യു ഓൾ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു സെറ്റ് ക്ലാസ്സിലാണ് കാണാൻ പറ്റും. സോ താങ്ക് യു ഓൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.